അപ്പൊ നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നത് നമ്മുടെ എടുത്തിരുന്നു അല്ലേ, വോളിയൊക്കെ. സാരല്ല, നമുക്കത് ഒന്നും കൂടെ എടുക്കാം കേട്ടോ. വോളിയൊക്കെ ഒന്നും കൂടെ എടുത്തിട്ട് നമ്മൾ സാവധാനം ഇന്നലെ പോയതുപോലെ തന്നെയായിട്ട് പോവാ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ആയി ഡിസ്കസ് ചെയ്യുന്നത് വോളിയം, അതായത് വ്യാപ്തം എന്നുള്ള ഈ ഒരു യൂണിറ്റ് ആണ് കേട്ടോ. ഈ ഒരു യൂണിറ്റില് നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് എന്താണ് വ്യാപ്തം, എന്താണ് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള ഈ രണ്ട് കാര്യമാണ് നമ്മൾ കാര്യമായിട്ട് ഇതിൽ പഠിക്കുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇവിടെ രണ്ട് പിക്ചേഴ്സ് തന്നില്ലേ, രണ്ട് ബ്ലോക്കുകൾ. ഈ രണ്ട് ബ്ലോക്കിന്റെ പ്രത്യേകത എന്താ? ഐ മീൻ, നമുക്ക് ഇതിൽ ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് ഏതാ വലുത് ഏതാ ചെറുത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തോന്നും ദേ കിടക്കണേ ഈ ഒരു സാധനമാണ് വലുത് എന്ന്, അല്ലെ? ഇത് ചെറുതാണ് തോന്നും. പക്ഷേ ശരിക്കും അങ്ങനെയല്ല കേട്ടോ. അതെന്താ അങ്ങനെയല്ലാത്തേ? കാരണം കാണിച്ചുതരാം. ഈ ഒരു ബ്ലോക്കിനെ ഞാൻ ഒരേ വലുപ്പത്തിലുള്ള കുറച്ച് പീസാക്കി. ഈ ഒരു ബ്ലോക്കിനെ, ഈ ഒരു കട്ടേനെ ഞാൻ അതേപോലെ വേറെ കുറച്ച് വലുപ്പത്തിൽ പീസാക്കി. ഈ എല്ലാ പീസും സെയിം വലുപ്പമാണ്. അപ്പൊ ഇതിലെല്ലാം എത്ര കഷ്ണങ്ങൾ ഉണ്ട് നോക്കുമ്പോൾ ഇതിൽ നോക്കും മുകളിൽ 6 ഉണ്ട്, താഴെ 6 ഉണ്ട്. അതായത് ഇതിൽ 12 കഷ്ണങ്ങളുണ്ട്. അതേപോലെ ഇവിടെ മുകളിൽ 6ഉം താഴെ 6ഉം ആയിട്ട് 12 കഷ്ണങ്ങളുണ്ട്. അപ്പൊ ഇതിൽ രണ്ടിലും 12 പീസ് ആയത് കൂടെ നമുക്ക് പറയാൻ പറ്റും ഇത് രണ്ടും ഒരേ വലുപ്പാണെന്ന്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കൊള്ളാവുന്ന കട്ടകളുടെ എണ്ണം ഒരേപോലെയാണെന്ന്. അപ്പൊ ഇതിൽ രണ്ട് സെയിം വലുപ്പാണ് അല്ലെ? അങ്ങനെ നമ്മൾ സെയിം വലുപ്പം ആണോ സെയിം വലുപ്പല്ലേ അതിന്റെ അങ്ങനെ ചെക്ക് ചെയ്തതിനാണ് നമ്മൾ വോളിയം. വോളിയം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നമ്മൾ ഇവിടെ ഇതിന് ഒരു നീളമുണ്ട്, വീതിയുണ്ട്, ഉയരമുണ്ട് ആണല്ലോ. ഒരു പേപ്പർ പോലെയല്ല അല്ലല്ലോ ഒരു ബ്ലോക്ക്. ഇതിന് ഇവിടെ ഒരു ലെങ്ത് ഉണ്ട്, അതായത് ഒരു നീളമുണ്ട്, ഒരു വീതി അതായത് ഒരു ബ്രെഡ്ത്ത് ഉണ്ട്, അതേപോലെ ഇതിനൊരു ഹൈറ്റ് ഉയരമുണ്ട്. ഈ മൂന്നെണ്ണം കൂടെ നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്കൊരളവ് കിട്ടൂലേ, ഒരു ആൻസർ കിട്ടൂലേ? ആ ആൻസറാണ് നമ്മൾ വോളിയം, അതായത് വ്യാപ്തം എന്ന് പറയുന്നത്. വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തം. ഇപ്പൊ നമ്മൾ വോളിയം കാണാൻ എന്താ ചെയ്യാ? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം, ഇത് മൂന്നും കൂടെ ചെയ്താൽ നമുക്ക് എന്താണ് വോളിയം എന്ന് കിട്ടും, അതായത് എന്താണ് വ്യാപ്തം എന്ന് കിട്ടും. നമുക്ക് വോളിയം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കട്ടോ. ഇവിടെ തന്നിട്ടുള്ളത് നമ്മുടെ കയ്യിലൊരു ഇഷ്ടിക ഉണ്ട്. ഇതാണ് നമ്മുടെ ഇഷ്ടിക വിചാരിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള ഒരു ഇഷ്ടിക. ഈ ഇഷ്ടികയുടെ ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ഈ ഇഷ്ടികയുടെ ലെങ്ത് 21 അതേപോലെ അതിന്റെ ബ്രെഡ്ത്ത് അതായത് വീതി 15 ഉയരം 7 ആണ്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ഇതിന്റെ വ്യാപ്തം, അതായത് വോളിയം കാണാന്. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം, വോളിയം അതായത് വ്യാപ്തം നമ്മൾ കാണാൻ എന്താ ചെയ്യേണ്ടത്? നീളവും വീതിയും ഉയരവും തമ്മിൽ ഗുണിക്കണം അല്ലെ? അതായത് ഇവിടെ തന്നിട്ടുള്ള 21 ഇൻറ്റു 15 ഇൻറ്റു 7 ചെയ്യണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയറിയോ? 2205 എന്നാണ് കിട്ടുക. നമുക്കിതെല്ലാം സെന്റിമീറ്ററിലാണല്ലോ തന്നിട്ടുള്ളത്, ആണല്ലോ. അതായത് ഈ തന്നിട്ടുള്ള അളവുകളെല്ലാം സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ അതിന് നമ്മൾ മലയാളത്തിൽ ഘന സെന്റിമീറ്റർ എന്നും പറയും. ഇത് വേണമെങ്കിൽ സെന്റിമീറ്റർ ക്യൂബ്, ക്യൂബിക് സെന്റിമീറ്റർ, ഘന സെന്റിമീറ്റർ ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് എന്താ അറിയോ? ഇവിടെ നമുക്ക് ഒരു ഇഷ്ടികയുടെ ലെങ്ത് 6 തന്നിട്ടുണ്ട്, അതേപോലെ വീതി 4 തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടില്ല. ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. വോളിയം തന്നിട്ടുണ്ട്, അതായത് വ്യാപ്തം തന്നിട്ടുണ്ട്. വ്യാപ്തം കാണാൻ നമ്മൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ചെയ്യുക, അതായത് നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ആണല്ലോ. ഇവിടെ വോളിയം അതായത് വ്യാപ്തം 48 നമുക്ക് തന്നു. അതേപോലെ ലെങ്ത് 6 ആണ്, ബ്രെഡ്ത്ത് 4 ആണ്. ഇനി ഹൈറ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം, ആണല്ലോ. അപ്പൊ 48 എന്ന് പറഞ്ഞ ഈക്വൽ ടു 6 ഇൻറ്റു 4. 6 ഇൻറ്റു 4 എത്രയാണ്? 6 ഇൻറ്റു 4 എല്ലാവരും ടൈപ്പ് ചെയ്ത് ഇവിടെ. 24 അല്ലെ? 24 ഇൻറ്റു ഈ ഹൈറ്റ് ആയിരിക്കൂലേ ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇനി ഉയരം കാണണം. ഉയരം
കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? തന്നിട്ടുള്ള വോളിയത്തിന് ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുള്ള ഈ ബാക്കി ആൻസർ കൊണ്ട് ഹരിക്കണം. അതായത് 48 ഹരിക്കണം 24. അങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടാത്ത അളവ് കിട്ടും. വോളിയത്തിനെ ബാക്കിയുള്ള ആ കിട്ടിയ അളവുകളെ കൊണ്ട് ഹരിച്ചാൽ മതി. അങ്ങനെ ഹരിക്കുമ്പോൾ നമുക്ക് 2 എന്ന കിട്ടുക. 2 സെന്റിമീറ്റർ അതായിരിക്കും നമ്മുടെ ഹൈറ്റ് വരുന്നത്. ഇവിടെ എത്രയാ വരിക? 2 എന്നാണ് വരിക. അടുത്തത് നോക്ക്, ഇവിടെ നമ്മൾ കാണേണ്ടത് ലെങ്ത് ആണ്. അതായത് ഇതിന്റെ നീളമാണ് കാണേണ്ടത്. ഇതിന്റെ ബ്രെഡ്ത്ത് 2 ആണെന്നും ഹൈറ്റ് 2 ആണെന്നും തന്നിട്ടുണ്ട്. വോളിയം 48 ആണ് അല്ലെ. 48 എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. ഇവിടെ ലെങ്ത് എത്ര നമുക്ക് തന്നിട്ടില്ല, പക്ഷെ ബ്രെഡ്ത്ത് അതായത് വീതി 2 ആണ്, അതേപോലെ ഉയരവും 2 ആണ്. അപ്പൊ നമുക്ക് അറിയാം 48 എന്ന് പറഞ്ഞാല് ലെങ്ത് ഇൻറ്റു 4 ആയില്ലേ. ഇത് രണ്ടും ഗുണിച്ചപ്പോ 4 ആയി. അപ്പൊ ഇനി ഇത് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ലെങ്ത് കാണാൻ വോളിയത്തിന് ബാക്കിയുള്ള അളവിനോട് ഹരിക്കാം. 48 ഹരിക്കണം 4. 48നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. അപ്പൊ 12 മീറ്റർ ആണ്. ഇവിടെ തന്നിട്ടുള്ളതൊക്കെ മീറ്ററിലല്ലേ. ഇത് MC ആണ്, അതായത് മീറ്റർ ക്യൂബ് ആണ് കേട്ടോ. ഇത് ഘനമീറ്റർ. അപ്പൊ മീറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. അടുത്തത് എന്താ അറിയോ? ഇവിടെ നമുക്കൊരു ഈ ഒരു ടീ തന്നിട്ടുണ്ട്. ഈ ടീന്റെ വോളിയാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. വോളിയം കാണാൻ നമുക്ക് ഇവിടെ 11 ആണ്. ഇവിടെ 11 തന്നാൽ അതിന്റെ അർത്ഥം ഇവിടെയും 11 ആണ്. ഇവിടെ 3 ആണെങ്കിൽ ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും 3 ആയിരിക്കും, ഇവിടെയും ഒക്കെ 3 ആയിരിക്കും അല്ലെ. ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെ 4 ആണ്. അത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ നീളം 4 ആണ്. അതേപോലെ ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെ 4 ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇവിടെ ഈ ഒരു സൈഡ് 4 ആയപ്പോ ഇവിടെ 4 ആണ്. ഞാൻ വെറുതെ കിട്ടുന്ന അളവുകൾ എല്ലായിടത്തും എഴുതി കൊടുക്കാം കേട്ടോ. ഈ നമുക്ക് ഇവിടെ 4 ആണല്ലോ, ഇവിടെ 4 ആണല്ലോ, ഇവിടെ 4 ആയതുകൊണ്ട് ഇവിടെ 4 ആണ്. ഓക്കെ, നമുക്ക് ഏകദേശം എല്ലാ അളവും കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ? നമ്മൾ ഈ കിട്ടിയിട്ടുള്ള 4 ഇവിടെ ഇല്ല കേട്ടോ, എന്താ മിസ്റ്റേക്കാണ്. അപ്പൊ നോക്കി, ഈ തന്നിട്ടുള്ള ഇതിനെ നമ്മൾ അളവുകളാക്കിയിട്ട് കുറച്ച് പീസാക്കാണ്. അതായത് ഞാൻ ഇതിന് ഇവിടെ ഒരു പീസാക്കി, ഇവിടെ ഒരു പീസാക്കി, അല്ലെങ്കിൽ ഓക്കെ. എന്നിട്ട് ഇപ്പൊ ഇത് എത്ര ഭാഗമുണ്ട്? ഇവിടെ ഒരു ഭാഗമുണ്ട്, ഇവിടെ രണ്ടാമത്തെ ഒരു ഭാഗം, ഇവിടെ മൂന്നാമത്തെ ഒരു ഭാഗം. അതായത് ഇങ്ങനെ നിൽക്കുന്ന ഇതൊരു ഭാഗം, ഇത് രണ്ടാമത്തെ ഭാഗം, ഇത് മൂന്നാമത്തെ ഭാഗം. ഈ 3 ഭാഗങ്ങളുടെ വോളിയം ഓരോന്നോരോന്ന് കണ്ടിട്ട് ലാസ്റ്റ് ഇത് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 3 നല്ലപോലെ ചെയ്തിട്ടൊന്ന് ആഡ് ചെയ്യാം. ഞാൻ ഒന്നാമത്തേത് എടുക്കാണ് കേട്ടോ. ഒന്നാമത്തെ അത് എടുക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് കിട്ടുന്ന ലെങ്ത് നീളം എത്രയാണ്? 6 അല്ലെ. 6 വോളിയം കാണാൻ നീളം വീതി ഉയരം ഗുണിക്കല്ലേ. 6 ഇൻറ്റു വീതി എത്രയാണ്? ഇവിടെ 4 ആണ് അല്ലെ. അപ്പൊ ഞാൻ 4 കൊണ്ട് ഗുണിച്ചു. ഇൻറ്റു ഉയരം എത്രയാണ്? 3 അല്ലെ. ഇൻറ്റു 3 6 ഇൻറ്റു 4 ഇൻറ്റു 3 72. അപ്പൊ 72 ആണ് ഒന്നാമത്തതിന്റെ വോളിയം. രണ്ടാമത്തതിന്റെ വോളിയം നോക്ക്, ഇവിടെ 6 ആണ്. അടിയിലേക്കുള്ള ഇവിടെയുള്ള ഉയരവും സെയിം അല്ലേ. ഇവിടെ എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. ഈ 3 ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ ഇവിടെയും 3 ആണ്. 6 ഇൻറ്റു 3 ഇൻറ്റു 4 അല്ലെ. ഇപ്പുറത്ത് അടിയിൽ ഇതേ ഇവിടെ 4 അല്ലേ വരിക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ 4 ആണ്. നേരത്തെ നമ്മൾ എല്ലാ അളവും കണ്ടുവച്ചില്ലേ. അപ്പൊ ഇവിടെ 4 ആയിരുന്നല്ലോ വന്നത്. ആ 4 = അതും 72. ഇനി നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിന്റെ വോളിയം കാണാണ്. മൂന്നാമത്തെ ഭാഗം ഇതാണ് അല്ലെ. ഇതിന്റെ വോളിയം നമ്മൾ എങ്ങനെ കാണാം? അതിന്റെ വോളിയം കാണാൻ ഇവിടെ 11 ആണുള്ളത് ആണല്ലോ. ഇവിടെ 11 ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇവിടെ വരെ 4 ഉണ്ട്. അപ്പൊ 11 + 4 എത്രയാണ്? ലെങ്ത് ആണ് കാണുന്നത്. ലെങ്ത് എന്ന് പറയുന്നത് 11 + 4 ആണ്, അതായത് 15 ആണ്. ഇനി ബ്രെഡ്ത്തോ? ബ്രെഡ്ത്ത് വീതി ഇതാണ് അല്ലേ, അത് 4. ബ്രെഡ്ത്ത് അതായത് വീതി 4 ആണ്. ഇനി ഹൈറ്റ് ഉയരം എത്രയാണ് ഇവിടെ വരുന്നത്? ഇതാ 3 അല്ലേ. ഇതാ ഇവിടെ കണ്ടോ 3, ഈ 3. അപ്പൊ നമുക്ക് ഈ വോളിയം അതായത് വ്യാപ്തം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് 15 ഇൻറ്റു
4 × 3 നമുക്ക് എത്ര വരിക? ഇത് 4ഉം കൂടെ ഗുണിച്ചാൽ നമുക്ക് 3ഉം കൂടെ ഗുണിച്ചാൽ 150 കിട്ടും. ഇപ്പൊ നമ്മൾ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ഭാഗത്തിന്റെ വോളിയം കണ്ട് ഇത് ടോട്ടൽ വോളിയം കാണാൻ നമ്മൾ ഈ 3 വോളിയം കൂടെ ആഡ് ചെയ്യാം. അതായത് 72 + 72 + 150 ചെയ്യാം. അപ്പൊ നമുക്ക് 324 എന്ന് കിട്ടും. ഈ 324 നമ്മുടെ ടോട്ടൽ വോളിയം ആയിട്ട് വരുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വോളിയം നമ്മൾ പഠിച്ചിട്ടോ. ഇനി നമ്മൾ പഠിക്കുന്നത് കപ്പാസിറ്റി എന്താണെന്നാണ്. എന്താണ് കപ്പാസിറ്റി? കപ്പാസിറ്റി അതായത് ഉള്ളളവ്. ഉള്ളളവ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമുക്കിപ്പോ ഇതുപോലെ ഉള്ളില് കാലിയായിട്ട്, ഉള്ളില് സ്പേസ് ഉള്ള എന്തെങ്കിലും സ്ഥലം ഉള്ള ഒരു പാത്രോ അല്ലെങ്കിൽ ഒരു അക്വേറിയം പോലെ എന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിലാണ് നമ്മൾ ഉള്ളളവ് കാണുന്നത്. എന്തിനാ നമ്മൾ ഉള്ളളവ് കാണുന്നത്? ഇപ്പൊ നോക്ക്, ഈ തന്നിട്ടുള്ള ഈ ഒരു ബോക്സിന് ഒരു കട്ടിയുണ്ട്, ആണല്ലോ. അതായത് ഇവിടുന്ന് ഇതിന്റെ ഇവിടെയുള്ള ഈ ഒരു വീതി കണ്ടില്ലേ, ഈ വീതി അല്ല ഇതിന്റെ പുറത്തുള്ള വീതി, അല്ലല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ പുറത്തുള്ള അളവ് നീളവും വീതിയും ഉയരവും വെച്ചിട്ട് ഇതിന്റെ വോളിയം കാണുമ്പോൾ ആ അളവായിരിക്കില്ല ഇതിന്റെ ഉള്ളിലുണ്ടാവുന്ന വോളിയം. അപ്പൊ നമ്മൾ പുറത്തുള്ള വോളിയം കാണുന്നതിന് നമ്മൾ വോളിയം എന്നും ഉള്ളിലുള്ള വോളിയം കാണുന്നതിന് നമ്മൾ കപ്പാസിറ്റി എന്നാണ് പറയാം. അപ്പോ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഉള്ളളവ് എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഈ ഒരു പാത്രത്തിന്റെ ഉള്ളിലുള്ള നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരാണ്. പുറത്തുള്ളതല്ല, ഉള്ളിലുള്ള നീളവും ഉള്ളിലുള്ള വീതിയും ഉള്ളിലുള്ള ഉയരവും. പുറത്തുള്ള ഹൈറ്റ് അല്ല, ഉള്ളിലുള്ള ഹൈറ്റ് ആണ്. ഓക്കെ, ഇനി ഇത് കണ്ടു നിങ്ങൾ. ഇവിടെ എന്താ നടക്കണമെന്ന് വെച്ചാൽ, ഇതൊരു ബോക്സ് ആണ് വിചാരിക്കും. ബോക്സ് അല്ല, ഒരു പാത്രമാണ്. ഈ പാത്രത്തിൽ നിറയെ വെള്ളമുണ്ട്. ഈ ഒരു കുട്ടി ഇതിലേക്ക് ഇതുപോലെയുള്ള കട്ടകൾ ഇടുമ്പോൾ ഇത് മുഴുവനായി നിറയുന്ന കുറച്ച് വെള്ളങ്ങൾ ഇതിന് ചിന്തി പോകുന്നുണ്ട്, ആണല്ലോ. ഈ ഒരു കട്ടയുടെ വ്യാപ്തം എത്രയാണോ അത്രയും വെള്ളമാണ് ഇതിന് ഒഴിഞ്ഞു പോകുന്നത്. കാരണം ഈ ഒരു കട്ട ഇടുമ്പോൾ ഇതിനെ കുറച്ച് നിൽക്കാൻ കുറച്ച് സ്പേസ് വേണം. ആ സ്പേസിന് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇതിന് ഒഴിഞ്ഞു പോകുന്നത്, അല്ലെ. അപ്പൊ നമുക്ക് ഈ ചിന്തിക്കെടുക്കുന്ന ഈ ഒരു വെള്ളത്തിന്റെ അളവ് ഈ ഒരു കട്ടയുടെ വ്യാപ്തം വെച്ചിട്ട് പറയാൻ പറ്റും. അതായത് നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് ഒരു കട്ട ഇടുമ്പോൾ ഒരു 1000 സെന്റിമീറ്റർ ക്യൂബിക് സെന്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ 1000 സെന്റിമീറ്റർ ക്യൂബ്, 1000 ഘന സെന്റിമീറ്റർ ഒക്കെയാണ് നമ്മൾ അത്ര വലുപ്പമുള്ള, ഇതൊക്കെ ഒന്നാണ് സാധനം. ഇത്ര വലുപ്പമുള്ള ഒരു കട്ടയാണ്, അത്രയ്ക്ക് വോളിയുള്ള ഒരു കട്ട നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ അതിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആയിരിക്കും. അതിന്റെ അർത്ഥം 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 ലിറ്റർ ആണ് എന്നാണ് അർത്ഥം. ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന്. ഈ ഒരു കാര്യം വെച്ച് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ ഇതാണ്. നമ്മുടെ അടുത്ത് ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. ഇതാണ് വാട്ടർ ടാങ്ക്. ഈ വാട്ടർ ടാങ്കിന്റെ ഉള്ളിലുള്ള അളവുകൾ 70, 80, 90 എന്നാണ്. 70, 80, 90. നീളം 70ഉം വീതി 80ഉം ഹൈറ്റ് 90ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളും എന്നാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ഉള്ളിൽ എത്ര വെള്ളം കൊള്ളുന്ന കാണാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ വോളിയം കാണണം. വോളിയം അല്ല, കപ്പാസിറ്റി. അപ്പൊ നമ്മൾ ഇതിന്റെ കപ്പാസിറ്റി കാണാണ് കേട്ടോ. എങ്ങനെ കപ്പാസിറ്റി കാണാം? കപ്പാസിറ്റി കാണാൻ ഉള്ളിലുള്ള ഈ അളവുകൾ തമ്മിൽ ഗുണിക്കണം, അല്ലെ. അപ്പൊ നമ്മൾ ഉള്ളിലുള്ള അളവുകൾ തമ്മിൽ ഗുണിക്കണം. 90 × 70 × 80. ഇങ്ങനെ ഇത് 3 നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടാറിയോ? 50, 70 ഇത് ഗുണിക്കുമ്പോൾ നമുക്ക് 80, 40 സെന്റിമീറ്റർ ക്യൂബ് ഇത്രയ്ക്കായിരിക്കും നമുക്ക് കിട്ടുക. ഈ കിട്ടിയിട്ടുള്ള അളവ് എന്ന് പറയുന്നത് കപ്പാസിറ്റിയാണ്. ഈ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് കപ്പാസിറ്റി കാണാനല്ല, ഇതിൽ എത്ര വെള്ളം കൊള്ളുന്നു കാണാനാണ്, അല്ലെ. അപ്പൊ ഇതിൽ എത്ര വെള്ളം ഉൾക്കൊള്ളുന്നു കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനടുത്തത് ചെയ്യേണ്ടത്, നമുക്കറിയാം 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബാണ്. അപ്പോ ഈ തന്നിട്ടുള്ള 50, 40, 00 നമ്മൾ 1000 കൊണ്ട് ഹരിക്കണം.
അങ്ങനെ നമ്മൾ ഹരിക്കുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടുക? 504 എന്നാണ് കിട്ടുക. അപ്പൊ നമുക്ക് 504 ലിറ്റർ വെള്ളമാണ് എല്ലാട്ടോ. അത് ലിറ്റർ വെള്ളമായിരിക്കും ഈ ഒരു വാട്ടർ ടാങ്കിന്റെ ഉള്ളിൽ കൊള്ളുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു കുളം നിർമ്മിക്കരുത്. ഒരു പഞ്ചായത്തില് ഒരു കുളം ഉണ്ടാക്കുന്നുണ്ട്. ഈ കുളം നിർമ്മിക്കാന് കുളത്തിന് 20 മീറ്റർ നീളമുണ്ട്. അതേപോലെ ഇതിന് വീതി, ഇത് വീതിയാണ് വിചാരിക്കും, ഇത് ഹൈറ്റ് കേട്ടോ, ചിത്രം വരയ്ക്കാൻ അറിയാത്തോണ്ട. 15 മീറ്റർ വീതിയുണ്ട്, 2 മീറ്റർ ഉയരമുണ്ട് വിചാരിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കുളം ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കുളത്തില് കുറെ മണ്ണുണ്ടാകുമല്ലോ. ഈ നിറഞ്ഞിരിക്കുന്ന മണ്ണെല്ലാം നമ്മൾ ഒരു ലോറിയിലാണ് കൊണ്ടുപോയിട്ട് മാറ്റുന്നത്. ഈ ലോറിന്റെ അളവ് എന്ന് പറയുന്നത്, ഇത് 3 മീറ്റർ നീളവും 2 മീറ്റർ വീതിയും 1 മീറ്റർ ഹൈറ്റും ഉള്ള ഒരു ലോറിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇതിൽ ഈ മണ്ണിങ്ങനെ എത്ര വട്ടം കൊണ്ടുപോകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എത്ര വട്ടം കൊണ്ടുപോകണം എന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ? നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ വോളിയം കാണാം, ദെൻ നമ്മൾ ഇതിന്റെ വോളിയം കാണാം. എന്നിട്ട് ആദ്യം കണ്ടതിന്റെ വോളിയത്തിന് രണ്ടാമത്തെ വോളിയത്തിന് നമ്മൾ ഹരിക്കണം. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കാല്ലേ. അപ്പൊ ആദ്യം നമ്മൾ കാണുന്നത് നമ്മുടെ കുളത്തിന്റെ വോളിയാണ്. അപ്പൊ നമ്മുടെ കുളത്തിന്റെ വോളി എന്ന് പറയുന്നത്, കുളത്തിന്റെ വ്യാപ്തം, അതായത് വോളിയം എന്ന് പറയുന്നത് ഇത് 3 ഗുണിക്കണം അല്ലെ. അതായത് 20 × 2 × 15 ചെയ്യണം. നമ്മൾ 20 × 2 × 15 ചെയ്യുമ്പോൾ നമുക്ക് 600 എന്നാണ് കിട്ടുക. 600 മീറ്റർ ക്യൂബ്. ഈ നമ്മൾ ലോറിൻ്റെത് കിട്ടും. ലോറിൻ്റെത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇത്ര കിട്ടാറിയോ? ലോറിൻ്റെത് 3 × 2 × 1, അതായത് 6 മീറ്റർ ക്യൂബ്. ഈ നമ്മൾ ഇതിന്റെ വോളിയം നമ്മൾ ഹരിക്കണം. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇവിടെയുള്ള വോളിയം 600നെ ഹരിക്കണം 6 ചെയ്യാം. അപ്പൊ നമുക്ക് എത്രയാണ്? 100 എന്നല്ല കിട്ടുക. ഇതിന്റെ മീനിങ് എന്താ അറിയോ? നമുക്കിവിടെ 100 ലോറി മണ്ണ് വേണം. 100 ലോറിയിൽ നമ്മൾ മണ്ണ് കൊണ്ടുപോയിട്ടാലാണ് ഈ ഒരു കുളത്തിൽ ഇവര് വിചാരിച്ച അത്രയ്ക്ക് ആഴം വരുള്ളൂ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 100 ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ആയ ഡെസിമൽ ഫോംസ്, അതായത് ദശാംശ രൂപങ്ങൾ. ഈ ഒരു യൂണിറ്റിൽ നമ്മള് ദശാംശ സംഖ്യകൾ ഉണ്ടല്ലോ, പോയിന്റ് ഒക്കെ ഇട്ടിട്ടുള്ള സംഖ്യകള്, അതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയണത്. ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ അവിടെ ഒരു പെൻസിലും സ്കെയിലും കാണുന്നില്ലേ? ഈ പെൻസിലിന്റെ നീളം എത്രയാണ്? പെൻസിലിന്റെ നീളം നമുക്ക് കണ്ടാൽ തന്നെ അറിയാലേ, 4 സെന്റിമീറ്റർ ആണ്. പക്ഷെ ഇതെവിടെ ഇങ്ങനെ കൃത്യമായത് കൊണ്ട് നമുക്ക് 4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. എന്നാൽ ഇത് കുറച്ച് ഇങ്ങോട്ട് നീണ്ടിട്ടാണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ ഇതേപോലെ ഇവിടെ ഞാനൊരു പെൻസിലിന്റെ നീളം ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ നീളം നോക്ക്, ഇവിടെ 14 നിന്നില്ല, 15 ആയതുമില്ല. ഇതിന് രണ്ടിന്റെയും ഇടയ്ക്ക് ഇവിടെ വന്നിട്ടാണ് മൂപ്പര് സ്റ്റോപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ നീളം നമ്മൾ എങ്ങനെ പറയാം? എല്ലാവർക്കും അറിയാം, 14 സെന്റിമീറ്ററും 1, 2, 3, 4 മില്ലിമീറ്ററുമാണ് അല്ലെ. ഇങ്ങനെ 1 മില്ലിമീറ്റർ നിങ്ങൾക്ക് അറിയൂലേ? 1 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. നമുക്ക് അറിയൂലേ? 10 മില്ലിമീറ്റർ അല്ലേ നമ്മൾ 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഇതുപോലെ ഇവിടുന്ന് ഇവിടെ വരെ 10 മില്ലിമീറ്റർ ഉണ്ടാവും. ഈ 10 മില്ലിമീറ്ററിനെയും കൂടെ കൂട്ടിയിട്ടല്ലേ നമ്മൾ 1 സെന്റിമീറ്റർ എന്ന് പറയാം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഈ 1 മില്ലിമീറ്ററിനെ നമ്മൾ എങ്ങനെ എഴുതാറ്? 1 മില്ലിമീറ്റർ എന്ന് പറയുന്നതിന് നമുക്ക് സെന്റിമീറ്റർ ആക്കിയിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ സെന്റിമീറ്റർ ആക്കി എഴുതുന്ന സമയത്ത് നമ്മൾ 1 എഴുതും. എന്നിട്ട് 1 സെന്റിമീറ്ററിൽ എത്ര മില്ലിമീറ്റർ ഉണ്ടോ അതിന് അടിയിൽ എഴുതാം. 1 സെന്റിമീറ്ററിൽ 10 മില്ലിമീറ്റർ ഉള്ളത് അത് അടിയിൽ എഴുതി. എന്നിട്ട് സെന്റിമീറ്ററിന് എഴുതാം. ഈ മുകളിലുള്ള സാധനത്തിന്റെ അളവ് എഴുതാം. ഇപ്പൊ 2 മില്ലിമീറ്ററിനെ ഇപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 2 മില്ലിമീറ്റർ നമ്മൾ എഴുതാം 2/10 സെന്റിമീറ്റർ എന്നാണ് എഴുതാം. മനസ്സിലായല്ലോ? ഈ നോക്ക്, ഇനി നമ്മൾ പറയാൻ പോണത്, ഇപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് 2 സെന്റിമീറ്ററും 4 മില്ലിമീറ്ററും ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ എങ്ങനെ എഴുതാ പറഞ്ഞിട്ടുള്ളത്? 2
4/10 സെന്റിമീറ്ററിനായത്. എന്തുകൊണ്ട് അങ്ങനെ എഴുതുന്നത്? 2 സെന്റിമീറ്റർ മുഴുവനായിട്ടുണ്ട്, അതുകൊണ്ട് ഇത് 2 സെന്റിമീറ്റർ. ഇനി ഇവിടെയുള്ള മില്ലിമീറ്ററിനെ മാത്രമാണ് നമ്മൾ 4/10 എന്നൊക്കെ ആക്കിയിട്ട് എഴുതാം. ഓക്കെ അല്ലേ? അതേപോലെ നമുക്ക് ഇവിടെ വേറൊരു കാര്യം നമ്മൾ എന്താ അറിയേണ്ടതെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മളിതാ 30 മില്ലിമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എത്രയാണ്? 30 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് 10 മില്ലിമീറ്റർ ആണ് 1 സെന്റിമീറ്റർ. അപ്പൊ 30 മില്ലിമീറ്റർ എത്രയായിരിക്കും? 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ? എന്നാല് നമ്മളിപ്പോ ഞാൻ നമ്പർ എഴുതി കാണിച്ചാൽ നിങ്ങൾക്ക് അത് വേണ്ട, അത് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. പഠിപ്പിച്ചു കേട്ടോ, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മള് ഇപ്പതേ 30 2 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമോ അറിയോ? 2 ഇടാം. എന്നിട്ട് ഇത് നമ്മൾ ഇങ്ങനെ എഴുതൂലേ? 2 എന്ന് എഴുതിയിട്ട് 3/10 സെന്റിമീറ്റർ എഴുതൂലേ? ഇത് നമുക്ക് ദശാംശ രീതിയിൽ എഴുതുമ്പോൾ 2 ഇട്ടിട്ട് ഈ ഒരു സംഖ്യനെ പോയിന്റ് ഇട്ടിട്ട് 3 എന്ന് എഴുതാം. എന്നിട്ട് ഇവിടെയുള്ള യൂണിറ്റ് എഴുതാം സെന്റിമീറ്ററിന്. എന്നാൽ സെന്റിമീറ്ററിനേക്കാളും ചെറിയ ചില നമ്പേഴ്സ് ഒക്കെ വരും. ആ സമയത്ത് നമുക്ക് കുറച്ച് പാടാണ് കണ്ടുപിടിക്കാൻ. നമ്മളിപ്പോ പിന്നെ പറഞ്ഞുണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് തൽക്കാലം ഇത് ചെയ്യാം. ഇവിടെ നോക്ക്, 7.4 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് 7 സെന്റിമീറ്ററും 4 മില്ലിമീറ്ററും ആണ് അല്ലെ? അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. 7 സെന്റിമീറ്റർ ആണ്, 4 മില്ലിമീറ്റർ ആണ്. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതിയത്? 7 ഇങ്ങനെ എഴുതിയതിന്റെ അർത്ഥം എന്താ അറിയോ? 4/10 എന്നാണ് കേട്ടോ. ഇങ്ങനെയാണത്, 4/10 സെന്റിമീറ്റർ. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. ഇവിടെ 3.2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട് 2/10 സെന്റിമീറ്റർ. അതായത് ഇവിടെ എത്ര സെന്റിമീറ്റർ ഉണ്ട്? 3 സെന്റിമീറ്ററും 2 മില്ലിമീറ്ററും ആണ് അല്ലേ ഉള്ളത്? 2 മില്ലിമീറ്റർ. 3 സെന്റിമീറ്റർ 2 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാല് 1 സെന്റിമീറ്ററിനെ നമ്മൾക്ക് 1 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് 10 മില്ലിമീറ്റർ അല്ലേ? അപ്പൊ 3 സെന്റിമീറ്റർ എത്ര മില്ലിമീറ്റർ ആയിരിക്കും? 30 മില്ലിമീറ്റർ അല്ലേ? അപ്പൊ ഇത് 30 മില്ലിമീറ്റർ. 30 അല്ല, പിന്നെ ഇവിടെയുള്ള ഈ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 32. ഇത് 32 മില്ലിമീറ്റർ ആണ് ഉണ്ടാവുക. അതേപോലെ ഇവിടെ നോക്ക്, ഇവിടെ 4 സെന്റിമീറ്റർ 3 മില്ലിമീറ്റർ ഉണ്ട്. ഇത് നമ്മൾ എങ്ങനെ എഴുതുക? 4 സെന്റിമീറ്റർ മുഴുവനുള്ളത് കൊണ്ട് ഇങ്ങനെ എഴുതി 3 മില്ലിമീറ്റർ നമ്മൾ 3/10 എന്ന് എഴുതും. എന്നിട്ട് ഈ 4ന്റെ അളവ് എത്ര സെന്റിമീറ്റർ അല്ലേ? അത് ഇവിടെ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനെ ഇവിടെ ഡെസിമൽ ഫോമിലേക്ക് എങ്ങനെ എഴുതാ? 4 ഇടും, ഇതിനെ പോയിന്റ് ഇട്ടിട്ട് 3 എന്ന് എഴുതും അല്ലെ? 4 ഇടും, പോയിന്റ് ഇട്ടിട്ട് 3 ഇടും. എന്നിട്ട് 4ന്റെ അളവാണ് സെന്റിമീറ്റർ. ഈ പോയിന്റിന്റെ മുന്നേ ഉള്ളതിന്റെ അളവ് ഇവിടെ ചേർക്കുക, സെന്റിമീറ്റർ. 5 മില്ലിമീറ്റർ നമ്മൾ എങ്ങനെ എഴുതാം? 5/10. അപ്പൊ അത് സെന്റിമീറ്ററിലായില്ലേ? അത് എത്ര സെന്റിമീറ്ററാ? ഇവിടെ ഒറ്റ സെന്റിമീറ്റർ ഉള്ള 0 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മൾ 0 എന്നിട്ട് പോയിന്റ് ഇടണം. പോയിന്റ് ഇട്ടിട്ടാണ് നമ്മൾ ഈ മില്ലിമീറ്ററിന്റെ അളവ് എഴുതുക. 5 മില്ലിമീറ്റർ. അത്രയ്ക്കും സെന്റിമീറ്റർ ഉണ്ട്. ഇനി നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മള് ഇപ്പൊ ഞാനിവിടെ സംഖ്യ എഴുതി തരാം. 254. ഇപ്പൊ ഇവിടെ ഇത് എന്ന് പറയുന്നത് ഒന്നുകളുടെ എണ്ണാണ്. ഇതിലെത്ര 10കൾ ഉണ്ട് എന്നാണ്. ഇതെന്ന് പറയുന്നത് 100ന്റെ പ്ലേസിലാണ്. എന്നാൽ 254.1 എന്ന് പറഞ്ഞാലോ? ഇത് നമുക്കറിയാം, ഇത് 1കളുടെ പ്ലേസ് ആണ്, ഇത് 10കളുടെ പ്ലേസ് ആണ്, ഈ 2 എന്ന് പറഞ്ഞാൽ 100ന്റെ പ്ലേസ് ആണ്. അപ്പൊ ഇതിന് എത്രേന്റെ? നേരത്തെ കണ്ടു നമ്മൾ, ഇത് 1/10ന്റെ പ്ലേസ് ആണ്. അപ്പോ ഇനി വേറെ കാര്യം ചെയ്യട്ടെ. 254.152 ഇങ്ങനെയാണെങ്കിലോ? അപ്പോഴും ഇത് ഒന്നുകളാണ്. ഇതെന്ന് പറഞ്ഞാല് 10 ആണ്, ഇതെന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പൊ ഇവിടെ 1/10 ആണ്. ഇതുവരെ നമുക്കറിയാം. അപ്പൊ ഇവിടെ എത്ര വരിക? ഇവിടെ 10 ആണെങ്കിൽ ഇത് നേരെ അപ്പുറത്തുള്ളത് 100 അല്ലേ? അപ്പൊ ഇത് 1/100 ആണ്. ഇനി ഇങ്ങോട്ട് ഒന്നും കൂടെ പോവാണെങ്കിൽ അത് 1000 അല്ലേ വരിക? 1000 അല്ലേ വരിക? അപ്പൊ ഇവിടെ 1/1000 ആണ് വിട്ടത്. ഇങ്ങനെ ഇടുന്നതാണ് നമ്മൾ പ്ലേസ് വാല്യൂ, അതായത് സ്ഥാനവില എന്ന് പറയുന്നത്.
പ്ലേസ് വാല്യൂ, അതായത് സ്ഥാനവില. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമാണ് കേട്ടോ. എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ സ്ഥാനവില ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതില്ലാത്തൊരു എക്സാമും ഉണ്ടാക്കാറില്ല. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് സംഖ്യകൾ എഴുതി തന്നിട്ടുണ്ട്. ഈ സംഖ്യകളെ നമ്മളോട് പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്, അതായത് സ്പ്ലിറ്റ് ചെയ്യാൻ. അതായത് എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 1.42 ആണ്. ഇതിനെ ഇത് നമുക്കറിയാം 1ന്റെ സ്ഥാനത്താണ്. ഇത് 1/10 ആണ്. ഇത് 1/100 ആണ്. ഇതിനെ പിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതേണ്ടത് അറിയോ? ഇതിനെ ഇതുകൊണ്ട് ഗുണിക്കുക, 1 × 1, അതായത് 1 × 1. എന്നിട്ട് ഇവിടെയുള്ള എല്ലാ നമ്പറിന്റെ ഇടയ്ക്ക് പ്ലസ്സുകൾ ഇട്ട് പോവാം. പ്ലസ് ഈ രണ്ടാമത്തെ 4നെ പറ്റിയിട്ട് ഏതാണ്? 4നെ അതിന്റെ അടിയിലുള്ള ഈ നമ്പറിനോട് ഗുണിക്കാം. 4 × 1/10. എന്നിട്ട് വീണ്ടും പ്ലസ് ഇടാം. ഇനി അടുത്ത നമ്പർ ഏതാ? 2 × 1/100. എഴുതിയല്ലോ. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ പിരിച്ചെഴുതുക എന്ന് പറയുന്നത്. ഇത് നമ്മൾ ശരിക്കും എഴുതുമ്പോൾ 1 × 1 എത്രയാണ്? 1 പ്ലസ് 4 × 1/10, അതായത് 4 × 1 / 10 പ്ലസ് 2 × 1/100. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് 4 × 1 എത്രയാണ്? 4/10 പ്ലസ് 2 × 1 2/100. ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതുന്നതിനെയാണ് നമ്മൾ പിരിച്ചെഴുതുക അല്ലെങ്കിൽ സ്പ്ലിറ്റ് എഴുതിയിട്ട് എഴുതുക എന്ന് പറയുന്നത്. ഈ നോക്കി, ഈ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുക? ഇവിടെ നമുക്ക് കുറച്ച് മെഷർമെന്റ് തന്നിട്ടുണ്ട്. അതിന്റെ ഫ്രാക്ഷൻ ആണ്. ഇത് നമ്മൾ അതിന്റെ ഡെസിമലിലേക്ക് മാറ്റണം. നേരത്തെ നമുക്ക് തന്നിട്ടുള്ളത് നമ്മളെല്ലാം സെന്റിമീറ്ററും മീറ്ററും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മളൊരു കിലോഗ്രാമും കൂടെ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിവിടെ നമുക്കറിയാം 45 സെന്റിമീറ്റർ നമ്മൾ മീറ്ററിലേക്കാണ് മാറ്റേണ്ടത്. അപ്പോൾ 45 സെന്റിമീറ്റർ, 45 സെന്റിമീറ്റർ ആണല്ലേ ഇവിടെ ഉള്ളത്. ഓക്കെ, ഈ 45 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ മാറ്റേണ്ടത് മീറ്ററിലേക്കാണ്. അതിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 45 സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിന് ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാല് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെന്റിമീറ്ററാ? ഒരു മീറ്റർ എന്ന് പറഞ്ഞാല് 100 സെന്റിമീറ്റർ അല്ലേ? നമ്മൾ നേരത്തെ ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്റർ ആയതുകൊണ്ട് എഴുതുന്നതിനൊക്കെ നമ്മൾ 1/10 ആക്കിയിട്ട് എഴുതി. അപ്പൊ നമ്മൾ ഇതിന് എന്താക്കിയിട്ട് എഴുതേണ്ടി വരും? 1/100 ആക്കിയിട്ട് എഴുതണം അല്ലെ? അതായത് ഇതിന്റെ അടിയിൽ 100 കൊടുക്കുക, മീറ്റർ ആകുമ്പോൾ 100 കൊടുക്കുക, സെന്റിമീറ്റർ ആകുമ്പോൾ 10 കൊടുക്കുക, അതൊക്കെ ഓർത്താൽ മതി. അതിന് അപ്പൊ ഇവിടെ നമുക്കറിയാം 45/100 എന്ന് വരും. അത് നമ്മൾ ഡെസിമലിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് 0. ഇവിടെ ഒറ്റ മീറ്ററും ഇല്ലല്ലോ. ഫുൾ സെന്റിമീറ്ററിന്റെ അളവിൽ 45 പറയുന്നത്, അതായത് ഇത് നോക്ക് 45 ഇത് പറയുന്നത് സെന്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് മീറ്ററുകൾ ഇല്ല. അപ്പൊ നമ്മൾ 0.45 കിട്ടും. ഇനി 315 ഗ്രാമിൽ നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 1000 ഗ്രാം ആണ് 1 കിലോഗ്രാം. 1000 ഗ്രാം അല്ലേ 1 കിലോഗ്രാം ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ കിലോഗ്രാമിന്റെ അടിയിൽ 1000 ആണ് എഴുതേണ്ടത്. 315/1000. എന്നിട്ട് ഇവിടെ ഈ 1 കിലോഗ്രാം എഴുതി കൊടുക്കാം. ഇത് നമ്മൾ എഴുതുമ്പോൾ ഇവിടെ നമുക്ക് 1, 2, 3 അങ്ങനെ പൂർത്തിയായിട്ടുള്ള നമ്പർ ഇല്ലല്ലോ. അപ്പൊ നമ്മൾ അവിടെ 0 എഴുതി കൊടുക്കുക. എന്നിട്ട് മുകളിലുള്ള 315 എഴുതാം. 315 അത്രയും കിലോഗ്രാമാണ് പോയിന്റ് ആക്കിയിട്ട് എഴുതുമ്പോൾ ഉണ്ടാവുക. ഇനി ഇവിടെ നോക്കുക, ഫൈൻഡ് ദ ലാർജർ ഇൻ ഈച്ച് ഓഫ് ദി പെയർ. അതായത് ഇവിടെ തന്നിട്ടുള്ള ഈ നമ്പറുകളിൽ ആരാണ് വലിയ ആളെന്ന് നമ്മൾ കണ്ടുപിടിക്കാണ് വേണ്ടത്. എങ്ങനെ എഴുതിയത് വലിയ ആള് നമ്മൾ കണ്ടുപിടിക്കാം? ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഫസ്റ്റ് ഞാൻ ആ നമ്പറിന്റെ എഴുതാണ് 1.7ഉം 0.8ഉം. വലിയ ആളെയും ചെറിയ ആളെയും കണ്ടുപിടിക്കാൻ നല്ല സുഖം. ഇതിൽ ഫസ്റ്റത്തെ ആള് നോക്കാം 1, ഇവിടെ ഫസ്റ്റ് ആള് നോക്കാം 8. ആരാ ഇതിൽ വലുത്? ഇവിടെ നോക്കൂട്ടെ, നിങ്ങൾ ഇവിടെ തന്നിട്ട് 2 സെന്റിമീറ്റർ ആയതുകൊണ്ടാട്ടോ ഇങ്ങനെ എഴുതുന്നത്. രണ്ടാളും സെന്റിമീറ്റർ ആണ്, രണ്ടാളും കിലോഗ്രാം ആണ് ഇവിടെ. അതായത് ഒരാൾ സെന്റിമീറ്റർ ഒരാൾ മീറ്റർ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ നോക്കിയാൽ പറ്റൂല. ഒന്നെങ്കിൽ 2 സെന്റിമീറ്റർ കേൾക്കണം, അല്ലെങ്കിൽ 2 മീറ്റർ കേൾക്കണം, എന്നിട്ടാണ് നമ്മൾ ചെയ്യുക. ഇപ്പൊ 2 സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മൾ നോക്കുകയാണ് ഫസ്റ്റത്തെ നമ്പർ ആരാ വലുത് നോക്കുക. അപ്പൊ ഇയാളാണല്ലേ വലുത്. അപ്പൊ ഇയാളാണ് ഈ കൂട്ടത്തില് വലിയ ആള്. ഇനി രണ്ടാമത്തെ നോക്കുക,
2.35 ഉണ്ട്, 2.47 ഉണ്ട്. ഇതിലാരാ വലുത് നോക്കാന്? ഫസ്റ്റത്തെ നമ്പറിൽ ഇതിലാരാ നോക്കുക? രണ്ടാളും രണ്ടുകളാണ്, 2 ആണ്, സെയിം ആണ്. ഇനി രണ്ടാമത്തെ നമ്പർ നോക്ക്, 3 ആണ്, ഇവിടെ 4 ആണ്. ആരാ വലുത്? 4 അല്ലേ വലുത്. അപ്പൊ ഇതിലെ ഇയാളാണ് വലിയ ആള്. ഇനി ഇവിടെ എന്താ അറിയോ? ഇവിടെ നമുക്ക് രണ്ടാൾക്കാരുണ്ട് നമ്മളെ കയ്യില്. ഓക്കെ, 2 ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇവളെ പേര് സുനിത, ഇവിടെ പേര് സുനീറ. സുനീറിന്റെ കയ്യിൽ റിബൺ ഉണ്ട്. രണ്ടാളും നമ്മൾ ഈക്വൽ ആയിട്ട് ഭാഗിക്കാണ്. ഈക്വൽ ആയിട്ടല്ല, വീതിക്കാണ്. അങ്ങനെ സുനിതയ്ക്ക് ഒരു റിബൺ കേട്ടോ. ഈ റിബണിന്റെ 4.85 മീറ്റർ സുനിതയ്ക്ക് കിട്ടി. 3.75 ആർക്ക് കിട്ടി? സുനീറയ്ക്ക് കിട്ടി. സുനീറയ്ക്ക് ഇത്രയും കിട്ടി, നമ്മുടെ സുനിതയ്ക്ക് ഇത്രയും കിട്ടി. അങ്ങനെയാണെങ്കിൽ മീറ്ററിന് ആകെ എത്ര നീളം ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇയാൾക്ക് കിട്ടിയത് ഇത്രയാണ്, മറ്റാൾക്ക് ഇത്രയും കിട്ടി. അപ്പൊ ഇതിന് ടോട്ടൽ എത്ര നീളം ഉണ്ടറിയാൻ ഇവള് രണ്ടാൾക്കും കിട്ടിയ അളവുകൾ തമ്മിൽ കൂട്ടിയാൽ പോരെ. അതായത് സുനിതന്റെ അത് 4.85 സുനിതന്റേത് 3.75. ഇത് കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അതായിരിക്കും റിബണിന്റെ നീളം. എങ്ങനെ നമ്മൾ കൂട്ടാം? ആഡ് ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് ഈ നമ്പറിനെ എഴുതാം. 4. ചെയ്യാറിയോ? ഇതിന്റെ ഈ പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് വഴി ഈ പോയിന്റിന് നേരെ അടിയിലിട്ട് കൊടുക്കാം. എന്നിട്ട് പോയിന്റിന് ശേഷമുള്ള നമ്പറിന് ഇവിടെ പോയിന്റിന് ശേഷം എഴുതാം. പോയിന്റിന്റെ മുന്നിലുള്ള നമ്പറിന് പോയിന്റിന്റെ മുന്നേ എഴുതാം. പോയിന്റുകളാണ് നമ്മൾ നേരെ നേരെ എഴുതേണ്ടത്. നമ്പർ ലാസ്റ്റ് ഇങ്ങോട്ട് ഇങ്ങോട്ടും അല്ലെങ്കിൽ ഫസ്റ്റത്തെ നമ്പർ ലെവലാക്കിയിട്ട് അങ്ങനെ എഴുതാൻ പാടില്ല. പോയിന്റ് ഇങ്ങനെ അടിക്ക് ലെവലായിട്ട് വരണം. നമ്പർ ഇങ്ങോട്ട് ഒരാൾ കുറച്ച് കൂടുതൽ ഒരാൾ കുറച്ച് കുറവുണ്ടായിരുന്നു പോയിട്ട് പ്രശ്നമല്ല. പോയിന്റുകളാണ് കറക്റ്റ് ആവേണ്ടത് കേട്ടോ. നമ്മൾ പോയിന്റ് ഇട്ട് ആഡ് ചെയ്യുമ്പോൾ 5ഉം 5ഉം ആഡ് ചെയ്താൽ എന്താ ചെയ്യാം? ഇനി നമ്മൾ ഇവിടെ പോയിന്റ് വിചാരിക്കുകയേ വേണ്ട. പോയിന്റ് ഇല്ലാത്തപ്പോൾ നമ്മൾ എങ്ങനെയാണോ കണക്ക് ചെയ്യുന്നത് അതേപോലെ കൂട്ടാം. 5ഉം 5ഉം കൂട്ടിയാൽ 10. അപ്പൊ 0 ആയിട്ടും സിസ്റ്റം ഒന്നുണ്ടാവും അല്ലെ. ഇനി ഇവിടെ 1ഉം 8ഉം 7ഉം കൂട്ടുമ്പോൾ നമുക്ക് 16 6 എന്നിട്ടിട്ട് ബാക്കി ശിഷ്ടം ഇടുക. അത് ഇവിടെ അല്ല കേട്ടോ കൊണ്ടുപോയി ഇടേണ്ടത്, ഇവിടെയാണ് ഇടേണ്ടത്. ഇനി നമ്മൾ ഈ പോയിന്റുകൾ രണ്ടും റെഡിക്ക് ഇരിക്കില്ല, ആ പോയിന്റിനെ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി 1ഉം 4ഉം ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് 5 കിട്ടും. 5ലേക്ക് 3 ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടും. ഈ കിട്ടിയിട്ടുള്ള 8.60 ആണ് നമ്മുടെ ഇവര് രണ്ടുപേരുടെയുള്ള ഈ റിബണിന്റെ ആകെ നീളം. അപ്പൊ റിബണിന്റെ ആകെ നീളം, ആകെ ലെങ്ത് എന്ന് പറയുന്നത് 8.60 ആണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഫൈസല് ഫൈസല് 3.75 കിലോമീറ്റർ സൈക്കിളിൽ യാത്ര ചെയ്യാണ്. നമ്മുടെ ഫൈസല് ഇങ്ങോട്ട് പോവാണ് കേട്ടോ. ഒന്നെന്ത് ചെയ്ത് 3.75 കിലോഗ്രാം നമ്മുടെ സൈക്കിളിൽ യാത്ര ചെയ്യാണ്. എന്തില്? സൈക്കിളില്. അതേപോലെ 12.5 കിലോമീറ്റർ ആളെന്തിൽ പോവാണ്? ബസ്സിൽ ട്രാവൽ ചെയ്യാണ്. ബാക്കി നടന്നിട്ടാണ് യാത്ര ചെയ്യുന്നത്. ബാക്കി മൂപ്പര് നടക്കാണ് കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. ഇനി നമ്മൾ ബാക്കി പറയാം കേട്ടോ. ബാക്കി നടന്നിട്ട് നമ്മൾ യാത്ര ചെയ്യാണ്. അങ്ങനെ അയാൾ ആകെ യാത്ര ചെയ്തത് 17 കിലോമീറ്റർ ആണ്. എന്താ പറഞ്ഞിട്ടോ? നമ്മുടെ ഫൈസൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോവാണ്. മൂപ്പര് 17 കിലോമീറ്റർ യാത്ര ചെയ്തു. അതായത് ഇവിടുന്ന് ഇവിടെ വരെ 3.75
സൈക്കിളിലാണ് പോയത്. ഇതാണ് സൈക്കിൾ കേട്ടോ. സൈക്കിളിലാണ് പോയത്. സൈക്കിളിൽ വരയ്ക്കാനൊന്നും അറിയില്ല. ഇതാണ് സൈക്കിളിൽ പോയി. ബാക്കി 12.5 കിലോമീറ്റർ ബസ്സിൽ പോയി. ഇത്രയ്ക്ക് ദൂരം നടന്നിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ നടന്നു പോയത് എത്രയാ ചോദിച്ചു. നടന്നു പോയത് കാണാൻ നമ്മൾ എന്താ പറയാ, ഇത് രണ്ടും ആഡ് ചെയ്യാം. സൈക്കിളിൽ പോയതും ബസ്സിൽ പോയതും ആഡ് ചെയ്തിട്ട് ടോട്ടൽ പോയത് 17 അല്ലേ, അതിന്ന് മൈനസ് ചെയ്താ പോയെ. അപ്പൊ നമുക്ക് സൈക്കിളിൽ പോയതും അതേപോലെ ബസ്സിൽ പോയതും ആഡ് ചെയ്യാം അല്ലെ ഫസ്റ്റ്. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 3.75 പ്ലസ് 12.5 ആണല്ലോ കിട്ടാം. 3.75നെ നമ്മൾ 12.5 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാം, 3.75 എഴുതാ. എന്നിട്ട് ഇവിടെ 12.5 അതിന് പോയിന്റിനെ ഇവിടെ നേരെ എഴുതി കൊടുക്കാം. എന്നിട്ട് ഈ 5നെ ഇവിടെ എന്റെ അടിയിൽ എഴുതി കൊടുക്കാം. ഓക്കെ. ഇനി ഈ 12നെ നമ്മൾ ഇവിടെ എഴുതാം 2, 1 ഇങ്ങനെ എഴുതരുത് കേട്ടോ. പോയിന്റുകളാണെങ്കിൽ നേരെ നേരെ വരേണ്ടത്. 5ഉം അടിയിൽ ആരുമില്ല അല്ലെ ആഡ് ചെയ്യാന്. അപ്പൊ നമ്മൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 5ന് കിട്ടും. ഇവിടെ 0 അല്ലേ ഉണ്ടാവുക. 7ഉം 5ഉം ആഡ് ചെയ്യുമ്പോൾ 12, 3, ഇവിടെ 6. ഈ പോയിന്റ് ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ. 1, 16.25. ഇത്രയ്ക്ക് ദൂരാണ് ആള് എന്തിൽ യാത്ര ചെയ്തത്, ബസ്സിലും സൈക്കിളിലും കൂടെ യാത്ര ചെയ്തത്. ആകെ യാത്ര ചെയ്തത് 17 അപ്പൊ ഇനി നടന്നിട്ട് യാത്ര ചെയ്തത് കിട്ടാനേ, അത് ട്രാവല് കാലിൽ നടന്നത്, ഫൂട്ടില് കാൽനടയായിട്ട് യാത്ര ചെയ്തത്, കാൽനടയായിട്ട് പോയത് കിട്ടാന് നമ്മൾ എന്ത് ചെയ്യണം, ഈ 17ൽ നിന്ന് 16.25 കുറയ്ക്കണം. അത് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടാം, 17 മൈനസ് 16.25 കുറക്കണം. ഇവിടെ നോക്ക്, ഇതിന്റെ മേലെ ശരിക്കും 0 ആണ് ഉണ്ടാവുക. ഇവിടെ 0, ഇവിടെ പോയിന്റ്. ജസ്റ്റ് മായ്ച്ചറിലേക്ക് തരാം. ഇവിടെ പോയിന്റ് ഉണ്ട്, ഇത് മൈനസ് ചെയ്യണം. നോക്ക് ഇവിടെ 0 5 പോകില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 10 എന്ന് എഴുതും. അപ്പൊ ഇവിടെ 9 ആവും. അന്നപ്പോ ഇവിടെ എത്രയാവും, 6 ആവും അല്ലെ. 10 5 മൈനസ് ചെയ്താൽ എത്രയാവാ, 5. 9 2 പോയാൽ 7. ഇനി ഈ പോയിന്റ് അതേപോലെ എഴുതാം. 6 6 പോയാൽ 0, 1 1 പോയാൽ 0. നമുക്ക് 0.75 അല്ലേ കിട്ടിയത്. 0.75 ആയിരിക്കും മൂപ്പര് എന്തിൽ പോയത്, കാൽനടയായിട്ട് പോയ ഈ ഒരു ദൂരം. 0.75 ആൻസർ കിട്ടിയില്ലേ. ഇതാ അടുത്ത ചോദ്യം. ഇതാണ് അടുത്ത ചോദ്യത്തിന് മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അതായത് എങ്ങനെയാണ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് മൈനസ് ചെയ്യുക, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിച്ചില്ലേ. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എക്സാമിന് ഈ ഒരു കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും നമ്മൾ പ്രോബ്ലംസ് ചെയ്യാണ്ടാവുക. അടുത്ത നമ്മൾ പുതിയ യൂണിറ്റ് ആണ് കേട്ടോ, നമ്പേഴ്സ് എന്നുള്ള പുതിയ യൂണിറ്റ് ആണ്. നമ്പേഴ്സ്, സംഖ്യകൾ. ഈ യൂണിറ്റ് നിങ്ങൾ എപ്പോഴാ കേട്ടിട്ടുള്ളത്? നമ്പേഴ്സ് നിങ്ങൾ നല്ലപോലെ പഠിച്ച പാടാണ് അല്ലെ. ഈ ഒരു യൂണിറ്റിൽ നമ്മൾ സംഖ്യകൾ, അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഉണ്ടല്ലോ, ഫാക്ടേഴ്സ് പറഞ്ഞാൽ ഘടകങ്ങൾ എന്താണ്, അതേപോലെ അങ്ങനത്തെ കാര്യങ്ങളാ പഠിക്കണേ. നമുക്ക് നല്ലപോലെ പഠിക്കാം. എല്ലാവർക്കും മനസ്സിലാവില്ലടാ? മനസ്സിലാവണമെങ്കിൽ ഒന്ന് യെസ് പറ. തംസപ്പ് ഇട്ടാ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ നിങ്ങൾ കുറച്ച് റെക്ടാങ്കിൾസ് കാണുന്നില്ലേ, അതായത് ചതുരങ്ങള്. ഈ ചതുരങ്ങളുടെയൊക്കെ ഉള്ളിൽ കുറെ വട്ടങ്ങളുണ്ട്, കുറെ പൊട്ടുകളുണ്ട്. ഇവിടെ ഓരോ ചതുരത്തിന്റെ ഉള്ളിലും എത്ര പൊട്ടുകളുണ്ട് നമുക്ക് നോക്കാം അല്ലെ. ഓരോ ചതുരത്തിന്റെ ഉള്ളിലും എത്ര പൊട്ടുണ്ട്? ഇവിടെ 1, 2, 3, 4, 5,
6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അങ്ങനെ ഇതിൽ 20 പൊട്ടുകളില്ലേ? അതേപോലെ ഇവിടെയും നോക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. താഴേക്ക് 2. അപ്പൊ ഇതിലും 20 പൊട്ടുണ്ട്. ഇവിടെ നേരെ ഇവിടെ 20 പൊട്ടാണ് കേട്ടോ ഉള്ളത്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് അറിയാം? ഇവിടെ നമുക്കുള്ള ഈ 20 പൊട്ടുകളില്ലേ, ഇതിൽ ആദ്യത്തതില് ഇവിടെ ഇങ്ങോട്ട് 5 പൊട്ടുണ്ട്, താഴേക്ക് 4 പൊട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ 20 പൊട്ടുകൾ കാണാന് നമുക്കറിയാം 5 ഇൻറ്റു 4 20 എന്ന് പറഞ്ഞാല്. അതായത് 20 നമുക്ക് ഏതൊക്കെ സംഖ്യകൾ ഗുണിച്ചാൽ 20 കിട്ടും? 5ഉം 4ഉം ഗുണിച്ചാൽ. അത് നമ്മൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ച് അത് മാത്രം മനസ്സിലാക്കുക, ഇങ്ങനെ ഇട്ട് വെക്കാൻ പറ്റും. ഇവിടെ നമുക്ക് 10 ഇൻറ്റു 2 അല്ലെ, ഇങ്ങോട്ട് 10ഉം അടിയിലേക്ക് 2ഉം, അപ്പൊ 20 ആയി. ഇതിനെ നമ്മൾ 10നെ 2 കൊണ്ട് ഗുണിച്ചപ്പോ നമുക്ക് 20 കിട്ടിയില്ലേ? അപ്പൊ നമ്മള് 10നെയും 2നെയും ഇതേപോലെ ബ്രാക്കറ്റിലാക്കി. ഇവിടെ നമ്മള് നേരെ 20 പൊട്ടാണുള്ളത്, താഴേക്ക് മേലേക്കൊക്കെ ആയിട്ട് ആകെ ഒരു വരിയേ ഉള്ളൂ അല്ലെ. അതായത് ഇവിടെ 1 ഇൻറ്റു 20 നമുക്ക് 20 കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഗുണിച്ചിട്ടുള്ള 1നെയും 20നെയും നമ്മൾ എങ്ങനെ എഴുതി? 1,20. ഇപ്പൊ നമ്മുടെ ഈ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ രണ്ട് സംഖ്യകളെയും ഗുണിച്ചാൽ നമുക്ക് 20 കിട്ടൂലേ? അതായത് 5ഉം 4ഉം ഗുണിച്ചാൽ 20 കിട്ടും. അതേപോലെ 10ഉം 2 ഗുണിച്ചാൽ 20 കിട്ടും. 1ഉം 20ഉം ഗുണിച്ചാലും 20 കിട്ടും. ഇങ്ങനെ 5ഉം 4ഉം 10ഉം 2ഉം 1ഉം 20ഉം ഈ നമ്പേഴ്സ് ഒക്കെ നമുക്ക് എന്തൊക്കെയോ കാട്ടിയാൽ ഏതൊക്കെയോ സംഖ്യനോട് ഗുണിച്ചാൽ 20 കിട്ടും. അങ്ങനെയുള്ള ഈ 5, 4, 10, 2, 1, 20 ഇങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഫാക്ടേഴ്സ്, അതായത് ഘടകങ്ങൾ. നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടില്ലേ? നേരത്തെ സ്കൂളിലൊക്കെ പഠിപ്പിച്ചില്ലേന്നോ? എന്താണ് ഫാക്ടേഴ്സ്, എന്താണ് ഘടകങ്ങൾ? ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം 20ന്റെ ഘടകങ്ങളാണ് കേട്ടോ. 20ന്റെ ഒരു 20 എന്ന നമ്പറിനെ നമുക്ക് 5നെ കൊണ്ടും 4നെ കൊണ്ടും 10നെ കൊണ്ടും 2നെ കൊണ്ടും 1നെ കൊണ്ടും 20നെ കൊണ്ടും ഹരിക്കാൻ പറ്റും. ഇങ്ങനെ 20ന് ഹരിക്കാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ 20ന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ 20ന്റെ ഘടകങ്ങൾ എന്ന് പറയാം. അങ്ങനെ 20ന്റെ ഈ ഒരു ഘടകങ്ങളില് 5ഉം 4ഉം ഗുണിച്ചാൽ മാത്രമേ നമുക്ക് 20 കിട്ടുള്ളൂ. അതായത് 5നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 20 കിട്ടുക. അല്ലാതെ 5നെ 10 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടൂലല്ലോ. 5നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 20 കിട്ടൂലല്ലോ. അല്ലെങ്കിൽ 5നെ 120 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടുമോ? ഇല്ല. സോറി, 5നെ 20 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും? ഇല്ല. 5നെ 4 കൊണ്ട് ഗുണിച്ചാൽ മാത്രമേ 20 കിട്ടുള്ളൂ. അതായത് 5ഉം 4ഉം തമ്മിൽ ഗുണിച്ചാലാണ് 20 കിട്ടുക. അതേപോലെ 10ഉം 4ഉം തമ്മിൽ 2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് 20 കിട്ടുക. 1ഉം 20ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലാണ് 20 കിട്ടുക. ഇങ്ങനെ ഈ ഒരു രണ്ട് നമ്പേഴ്സും നമ്മൾ ഗുണിച്ചപ്പോഴല്ലേ 20 കിട്ടിയത്. അങ്ങനെയുള്ള ഈ നമ്പേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് പെയർ ഓഫ് ഫാക്ടേഴ്സ്. പെയർ ഓഫ് ഫാക്ടേഴ്സ്, അതായത് ഘടക ജോഡികൾ. ഘടക ജോഡികൾ. ഇപ്പൊ ഘടക ജോഡികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊക്കെ നമ്പർ തമ്മിൽ ഗുണിക്കുമ്പോഴാണോ നമുക്കൊരു നമ്പർ, ഇപ്പൊ 20 ഇവിടെ കിട്ടിയത്, അങ്ങനെയുള്ള ആ ഒരു രണ്ട് നമ്പറുകളെ പറയുന്ന പേരാണ് പെയർ ഓഫ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടക ജോഡികൾ. ഇവിടെ നമ്മൾ ഫാക്ടേഴ്സ് എന്താണ്, അതേപോലെ എന്താണ് പെയർ ഓഫ് ഫാക്ടേഴ്സ് എന്നാണ് കാര്യമായിട്ട് പഠിക്കുന്നത്. ഇനി നമ്മൾ ഈ പെയർ ഓഫ് ഫാക്ടേഴ്സിനെ തന്നെ ഇപ്പൊ നമ്മള് ഒരു വേറൊരു നമ്പർ എടുക്കാം. ഞാൻ 10 എന്നൊരു നമ്പർ എടുക്കുകയാണെങ്കിൽ 10നെ 2 ഇൻറ്റു 5 ചെയ്താലും കിട്ടും, 1 ഇൻറ്റു 10 ചെയ്താലും കിട്ടും. അപ്പൊ 10ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ് ചോദിക്കുമ്പോൾ നമ്മൾ പറയാ 1, 2, 5, 10. ഇതെല്ലാം 10ന്റെ ഫാക്ടേഴ്സ് ആണ്, അതായത് ഘടകങ്ങളാണ്. ഇനി പെയർ ഓഫ് ഫാക്ടേഴ്സ്, അതായത് ഘടക പെയർ ഓഫ് ഫാക്ടേഴ്സ്, അതായത്
ഘടക ജോഡികൾ എന്താണ്, ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ? ഇത് രണ്ടും ഗുണിക്കുമ്പോഴല്ലേ നമുക്ക് 10 കിട്ടിയത്. അപ്പൊ നമ്മൾ 2,5, ഇത് ഒരു പെയർ ഓഫ് ഫാക്ടർ, ഇത് ഒരു പെയർ ഓഫ് ഫാക്ടർ. രണ്ടാമത്തെ ഘടക ജോഡി ആരാണ്? 1ഉം 10ഉം. അപ്പൊ രണ്ട് ഘടക ജോഡികൾ, രണ്ട് പെയർ ഓഫ് ഫാക്ടർ ആണ് ആകെ ഉള്ളത്. പക്ഷേ 4 ഫാക്ടേഴ്സ് ഉണ്ട്, 4 ഘടകങ്ങളുണ്ട്, 2 ഘടക ജോഡികളാണുള്ളത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഓഡ് ആൻഡ് ഈവൻ ആണ്. ഓഡ് ആൻഡ് ഈവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റയും ഇരട്ടയും. ഇപ്പോൾ നമ്മൾ 20ന്റെ ഫാക്ടേഴ്സ് ഞാൻ എഴുതാണ് വിചാരിക്കുന്നത്. നമ്മൾ നേരത്തെ 20ന്റെ ഫാക്ടേഴ്സ് എഴുതിയില്ലേ? ഇതിപ്പോ 1, 2, 4, അതായത് 20നെ ഹരിക്കാൻ കഴിയുന്ന നമ്പേഴ്സ് 5, 10, 20, ഇതെല്ലാമാണ് 20ന്റെ ഫാക്ടർ. ഞാൻ 15നെ നിങ്ങൾക്ക് ഇതുപോലെ എഴുതി തരാം കേട്ടോ. 15ന്റെ എഴുതുമ്പോ 1, 3, 5, 50. നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. ഓക്കെ, ഇനി 25 തൽക്കാലം ഇത് പറഞ്ഞിട്ടെ. ഇനി 25നും കൂടെ 25ന്റെ ഫാക്ടേഴ്സ് 1, 25, 5 എന്നാണ്. ഇനി 36ന്റെ ഫാക്ടേഴ്സ് ആരൊക്കെ അറിയോ? 1, 2, 36, 18, 3 ഉണ്ട്, 12 ഉണ്ട്, 4 ഉണ്ട്, 9 ഉണ്ട്, 6 ഉണ്ട്. ഇതെല്ലാമാണ് 36ന്റെ ഫാക്ടർ. ഇത് 25ന്റെ ഇങ്ങനെ. ഇതിൽ എത്ര ഫാക്ടേഴ്സ് ഒരു നമ്പറിനുണ്ട്? ഇപ്പൊ 20ന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമുക്ക് എഴുതാം അല്ലെ? ഇവിടെ 20ന് 1, 2, 3, 4, 5, 6. 20ന് 6 ഫാക്ടേഴ്സ് ഉണ്ട്. ഇവിടെ 1, 2, 3, 4, ഇതിന് 4 ഫാക്ടേഴ്സ്. ഇവിടെയോ 3 ഫാക്ടർ. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ 9 ഫാക്ടർ ഉണ്ട്. ഇവിടെ ഇനി നോക്ക്, ഇവിടെ ഈ 6ഉം 4ഉം ഇരട്ട സംഖ്യയാണ്, 3ഉം 9ഉം ഒറ്റ സംഖ്യയാണ്. എങ്ങനെയാണ് ഇവിടെ ചിലത് ഇരട്ട സംഖ്യയും ചിലത് ഒറ്റ സംഖ്യയുമായിട്ട് മാറിയത്, ചിലത് ഈവൻ നമ്പർ, ചിലത് ഓഡ് നമ്പറായിട്ട് മാറാൻ കാരണം? ബിക്കോസ് നമ്മൾ 20നൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ പേരാക്കാൻ പറ്റും. അതായത് 1ഉം 20യും ഗുണിച്ചാൽ കിട്ടും, 2ഉം 10ഉം ഗുണിച്ചാൽ കിട്ടും, 4ഉം 5ഉം ഗുണിച്ചാൽ കിട്ടും. ഇവിടെ 1ഉം 15ഉം 3യും 5 ഗുണിച്ചാൽ 15 കിട്ടും. പക്ഷെ ഇവിടെ നോക്ക്, 1ഉം 25ഉം ഗുണിച്ച് നമുക്ക് 25 കിട്ടും. അപ്പൊ നമ്മൾ ഈ 5നെ ആരെ കൊണ്ട് ഗുണിച്ചാലാ 25 കിട്ടുക? നമുക്കറിയാം 5 into 5 ചെയ്യുമ്പോഴാണ് 25 ആണല്ലോ. അപ്പൊ 2 വട്ടം നമ്മൾ ഒരേ നമ്പറിനെ ഗുണിക്കുമ്പോൾ നമ്മൾ ഇതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് 2 5 എഴുതണ്ട. കാരണം 2 5 സെയിം അല്ലേ, ഏത് 5 ആയാലും സെയിം ആണ്. അപ്പൊ നമ്മൾ അതിന് ഒരു വട്ടം എഴുതുള്ളൂ. അപ്പോഴാണ്, അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഇതിന്റെ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, അതിന്റെ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആവുന്നത്. അതായത് ഇപ്പൊ ഇവിടെയുള്ള കേസ് നോക്കി, ഇവിടെ 9 ആണുള്ളത്, ഇവിടെ ഒറ്റ സംഖ്യയാണുള്ളത്. അപ്പൊ ഇതിലുള്ള ഏതോ ഒരു നമ്പറിനെ 2 വട്ടം ഗുണിക്കുന്നപ്പോഴാണ് നമുക്ക് 36 കിട്ടുക. അതായത് ഇവിടെ ഒരു 6 ഉണ്ടാവും. ഈ 6 കണ്ടില്ല, ഈ 6ആണ് ഇവിടുത്തെ വില്ലൻ കേട്ടോ. 6നെ 6 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 36 കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 6ന് ഒരു വട്ടം അവിടെ എഴുതുന്നുള്ളൂ, 6ന് 2 വട്ടം എഴുതാത്തത് കൊണ്ടാണ് ഇവിടെ 9 എന്ന ഒറ്റ സംഖ്യ ആയിട്ട് മാറിയത്. അങ്ങനെ എപ്പോഴെങ്കിലും ഫാക്ടേഴ്സിന്റെ എണ്ണം ഒറ്റ സംഖ്യ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ, ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിട്ട് മാറുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ അറിയോ? അവിടെ ഏതോ ഒരു നമ്പറിന് 2 വട്ടം ഗുണിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്ക്. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇവിടെ തന്നിട്ടുള്ള ഒരു നമ്പർ കണ്ടോ? ഈ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഒരു നമ്പറിന്റെ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കാം? ഫാക്ടർ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമുണ്ട്. അതിന്റെ നമ്മൾ ഫസ്റ്റ് അറിയണം എന്തറിയോ? പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അഭാജ്യ സംഖ്യ. അഭാജ്യ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ, ഇപ്പൊ 2 എന്ന നമ്പർ പ്രൈം ഫാക്ടർ ആണ്. അത് പ്രൈം നമ്പർ ആണ്, അതായത് അഭാജ്യ സംഖ്യയാണ്. ആ ആവാനുള്ള കാരണം 2നെ നമുക്ക് 1ഉം 2ഉം ഈ 2 നമ്പറിനോട് മാത്രം ഹരിക്കാൻ പറ്റുള്ളൂ. അതായത് 1ഉം ആ ഒരു നമ്പറിനെ കൊണ്ട് മാത്രം ഹരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ 3നെ എടുക്കുകയാണെങ്കിൽ നോക്ക്, ഇപ്പൊ 3 എന്ന നമ്പർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 3നെ നമുക്ക് ആരെ കൊണ്ടൊക്കെ ഹരിക്കാം? 3നെ നമുക്ക് 1നെ കൊണ്ടും 3നെ കൊണ്ടും മാത്രമേ. പക്ഷെ 4 എടുക്കുകയാണെങ്കിൽ നമുക്ക് 4നെ 1 കൊണ്ട് 4 കൊണ്ട് ഹരിക്കാം,
കൂടെ 2 കൊണ്ട് നമുക്ക് ഹരിക്കാൻ പറ്റും. അപ്പൊ ഇതിവിടെ ഒരു 2 എന്ന നമ്പർ എക്സ്ട്രാ വരുന്നത് കൊണ്ട് 4 അഭാജ്യ സംഖ്യ അല്ലെങ്കിൽ പ്രൈം നമ്പർ അല്ല. 3യും 2 ഒക്കെ പ്രൈം നമ്പർ ആണ്. അപ്പൊ ആരൊക്കെയാണ് പ്രൈം നമ്പേഴ്സ്? പ്രൈം നമ്പേഴ്സ് പറയുമ്പോൾ 2, 3, 5, 7, 11, 30, 70 ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഇവരൊക്കെയാണ് പ്രൈം നമ്പർ, അതായത് അഭാജ്യ സംഖ്യകൾ. ഈ അഭാജ്യ സംഖ്യകളെ വെച്ചിട്ടാണ് നമ്മൾ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഒരു നമ്പറിന്റെ ഘടകങ്ങളെ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ 243ന്റെ ഘടകങ്ങളെ കണ്ടുപിടിക്കൽ എങ്ങനെ നോക്കാം. അത് 243 ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇത് ഇങ്ങനെ ഇതുപോലെ വരയ്ക്കാം. നിങ്ങളുടെ സ്കൂൾ ചിലപ്പോൾ വേറെ പോലെയൊക്കെ വേറെ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ അങ്ങനെയൊക്കെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക. സോ ഏതൊക്കെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിലും രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ എന്ത് ചെയ്യാറ്, ഇതിലെ ഏറ്റവും ചെറിയ നമ്പർ ഏതാ? 2. 2നെ കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റുമോ നോക്കാം. 243 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ അടുത്ത നമ്പർ എടുക്കാം, 3. 3നെ കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ 3നെ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 81 എന്നാണ് ആൻസർ കിട്ടുക. അത് അവിടെ എഴുതാം. ഇനി ഇതിനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. കഴിയില്ല. അപ്പൊ നമ്മൾ 3 കൊണ്ട് നോക്കും. 3 കൊണ്ട് 81 ഹരിക്കാൻ പറ്റും. നമ്മൾ 3 കൊണ്ട് 81 ഹരിക്കുമ്പോൾ നമുക്ക് 27 കിട്ടും. 27നെ നമ്മൾ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കും. കഴിയൂല. അപ്പൊ നമ്മൾ 3 കൊണ്ട് പറ്റുമോ നോക്കുമ്പോൾ 3 കൊണ്ട് കഴിയും. അപ്പൊ നമ്മൾ 3 കൊണ്ട് അതിനെ ഹരിക്കുമ്പോൾ നമുക്ക് 9 കിട്ടും. 9നെ 2 കൊണ്ടല്ല കഴിയാം, 3 കൊണ്ട്. അപ്പൊ നമുക്ക് 3 ആൻസർ കിട്ടും. ഇനി നമ്മൾ 3നെ നമുക്ക് 2 കൊണ്ട് കഴിയൂല, 3 കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 3നെ 3 കൊണ്ട് ഹരിക്കും, 1 കിട്ടും. 1 കിട്ടുമ്പോൾ നമ്മൾ ഈ ഒരു സംഭവം ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇനി ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ പെട്ടികളുടെ ഉള്ളിൽ കിട്ടിയിട്ടുള്ള നമ്പേഴ്സ്, അതൊക്കെയാണ് 243ന്റെ ഫാക്ടേഴ്സ്. 243ന്റെ ഫാക്ടേഴ്സ് ഇവിടെ നോക്ക്. ഈ ഒരു നമ്പേഴ്സ് എല്ലാം 3 അല്ലേ? ഒക്കെ ഒരേ നമ്പർ അല്ലേ വന്നത്. ഇവിടെ 2, 3, 5, 7 ഇങ്ങനെ മിക്സ്ഡ് അല്ലല്ലോ. ഒക്കെ ഒരേ നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഈ ഫാക്ടേഴ്സ് ഇങ്ങനെ നേരെ എടുത്തിട്ട് എഴുതാം. വ്യത്യസ്തമാണെങ്കിൽ നമ്മൾ വേറെ പോലെ ചെയ്യണം. അത് പിന്നെ നമ്മൾ പഠിക്കും. ഇപ്പൊ സെയിം ആയപ്പോ നമ്മൾ എന്ത് ചെയ്യുക, ഈ നമ്പേഴ്സിനെ എഴുതാം. ഏതൊക്കെ നമ്പേഴ്സ് അടിയിൽ നിന്ന് അങ്ങോട്ട് എഴുതാം അല്ലെ. 1, 3, 9, 1, 3, 9, 27, 81, 243. ഇപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ 243ന്റെ ഫാക്ടേഴ്സ്. ഇനി ഇവിടെ നോക്ക്, 1 മുതൽ 100 വരെ ഉള്ളതില് 3 ഫാക്ടേഴ്സ് മാത്രമുള്ള ആൾക്കാരായിരിക്കും എന്നാ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്, എക്സാക്ട്ലി 3 ഫാക്ടേഴ്സ് എന്നാ പറഞ്ഞിട്ടുള്ളത്. 3 ഫാക്ടർ ആവുമ്പോൾ അതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇതില് ഏതൊക്കെയോ നമ്പേഴ്സിനെ തമ്മിൽ 2 വട്ടം ഗുണിക്കുമ്പോഴാണ് ഇത് കിട്ടുന്നത്. കാരണം ഇവിടെ 3 എന്ന് പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പർ ആണ്. അപ്പൊ ഏതോ ഒരു നമ്പർ 2 വട്ടം ഗുണിക്കണം. പിന്നെ ഇവിടെ 1 മുതൽ 100 വരെയാണ്. 1 മുതൽ 100 വരെ വരുമ്പോ 1 മുതൽ 10 വരെയുള്ള നമ്പർ ഉണ്ടല്ലോ, അതിൽ 10 × 10 100 ആണ്. അപ്പൊ 11 × 11 ചെയ്യുമ്പോൾ നമുക്ക് 121 കിട്ടാം. അപ്പൊ അത് അതിന്റെ അപ്പുറത്ത് പോയില്ലേ, 100ന്റെ അപ്പുറത്ത് പോയില്ലേ. അപ്പൊ 1 മുതൽ 10 വരെയുള്ള ഏതൊക്കെയോ നമ്പേഴ്സ് ആയിരിക്കും ഇതിന്റെ ഇടയിൽ ഉണ്ടാവുക, അതിന്റെ ആ ഗുണിക്കുന്നത്. അത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത് അറിയോ? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതാം. ഇപ്പൊ ഞാനിവിടെ എഴുതാട്ടോ. 1, 2, 3, 4 എന്താ ചെയ്യണ കാണിച്ചു തരാം. 5, 6, 7, 8, 9, 10. ഈ 10 നമ്പേഴ്സ് ഞാൻ എഴുതിയില്ലേ. ഇതില് 1ഉം 1ഉം ഗുണിക്കുമ്പോ നമുക്ക് എത്ര കിട്ടുക? 1. ഇവിടെ 4, ഇവിടെ 9, ഇവിടെ 64, 16, ഇവിടെ 25, ഇവിടെ 64, ഇവിടെ 36, ഇവിടെ 49, ഇവിടെ 64, ഇവിടെ 81, ഇവിടെ 100. അതായത് ഈ നമ്പേഴ്സിനെ അങ്ങനെ തമ്മിൽ ഗുണിക്കുമ്പോൾ 9 × 9, 10 × 10 അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള നമ്പേഴ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ 100 വരെ എത്തിയില്ലേ. ഇനി 100ന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകാനില്ല. അതുകൊണ്ട് നമ്മൾ 10ൽ സ്റ്റോപ്പ് ചെയ്ത് 11 എഴുതാത്തത് അതുകൊണ്ടാണ്. ഇനി ഇതില് 1 നമ്മൾ എടുക്കുമ്പോൾ 1 × 1ന് ആകെ എത്ര ഫാക്ടേഴ്സ് ഉള്ളത്? 1 എന്നൊരു ഫാക്ടർ, 1 നമ്മൾ ക്യാൻസൽ ആക്കി. 2നോ 1ഉം 2 മാത്രമല്ലോ, അപ്പൊ 2നെയും ക്യാൻസൽ ആക്കി. 3ക്കോ 3ക്ക് 2 ക്യാൻസൽ ആക്കിയില്ല. 2 നമ്മൾ എടുക്കണം. 2 നമ്മൾ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടി അറിയോ? 2നെ 2 കൊണ്ട് ഗുണിക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടാം? 4. 2 × 2 എത്ര? 2 ഉണ്ട് കേട്ടോ. 2 × 2 എത്ര നമുക്ക് കിട്ടി? 4. 4ന്റെ ഫാക്ടേഴ്സ് നോക്കുമോ? 1ഉം 2ഉം 4 മാത്രമാണ്. അപ്പൊ ഈ 4 ഒരു ആൻസർ ആണ്. അടുത്ത 3നെ എടുക്കുമ്പോൾ നോക്ക്, ഇതിലുള്ള പ്രൈം നമ്പേഴ്സിനെ മാത്രം നമ്മൾ എടുക്കാം. 5, 7,
പിന്നാരാ ഒരു മാത്രമല്ലേ ഉള്ളൂ. ഈ പ്രൈം നമ്പേഴ്സിനെ നമ്മൾ ആ ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറുകൾക്ക് ശരിക്കും 3 ഫാക്ടർ മാത്രമേ ഉണ്ടാവുള്ളൂ ഡേ 2-ന്. ഏതൊക്കെ നമ്പർ? 2, 3, 5, 7. 2-നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 into 2, അതേപോലെ 3 into 3, 5 into 5, 7 into 7. ഇത് ഗുണിക്കുമ്പോൾ എത്രയ്ക്ക് കിട്ടാൻ നോക്ക്. 2 into 2 എത്രയാണ്? 2 into 2 നമുക്ക് ചെയ്യുമ്പോൾ 4 അല്ലേ? അതിന്റെ ഫാക്ടേഴ്സ് 1, 2, 4 ആയിരിക്കും. ഇതിന് ഇവിടെ 9 ആണ് വരുന്നത്. 9ന്റെ ഫാക്ടേഴ്സ് 1, 3, 9 ആണ് ഉണ്ടാവുക. 25ന്റെ ഫാക്ടർ 1, 5, 25. നിങ്ങൾ നോക്കണ്ട, ഈ 25ന് വേറെ ഫാക്ടേഴ്സ് ഉണ്ടോ നോക്ക്. ആകെ ഈ 3 ഫാക്ടേഴ്സേ വരുള്ളൂ. 7 into 7 49 ആണ്. അതിന് 1, 7, 49. ഈ ഒരു ഫാക്ടേഴ്സ് മാത്രമേ വരത്തുള്ളൂ. പക്ഷെ ഈ 8ഒക്കെ എടുക്കാത്തതിന് കാരണം 8ന് തന്നെ 8ഉം 2ഉം 4ഉം ഫാക്ടറായി വന്ന്. പിന്നെ അതിനെ അതുകൊണ്ട് തന്നെ ഗുണിക്കുമ്പോ പിന്നെ കുറെ ഫാക്ടറുകളായില്ലേ. അതുകൊണ്ടാണ് അതൊന്നും സെലക്ട് ചെയ്യാത്തത്. അപ്പൊ ശരിക്കും 3 ഫാക്ടേഴ്സിൽ നമ്പർ ആരൊക്കെയാണ്? 2 അല്ല 4, 4, 9, 25, 49. 4, 9, 25, അതേപോലെ 49. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഈ 144ന്റെ എല്ലാ ഫാക്ടറുകളെയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 144ന്റെ എല്ലാ ഫാക്ടറുകളെയും ഓരോ ഫാക്ടേഴ്സ് അല്ലെ, 144ന്റെ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടുപിടിക്കാം. 144 നമ്മൾ ഫാക്ടേഴ്സ് ആക്കി കണ്ടുപിടിക്കുന്നതിന് മുന്നേ 2, 3, 5, 7 അങ്ങനെ അല്ലെ 11 ഇങ്ങനെയല്ലേ പ്രൈം നമ്പേഴ്സ് പോകുന്നത്. ഫസ്റ്റ് ഇതിനെ നമ്മൾ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കാം. കഴിയും. അപ്പൊ നമുക്ക് 2നെ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 72 കിട്ടും. ഇനി അടുത്ത നമ്പർ നോക്ക്. 144 into 72. 40 into 72. 72 നമ്മൾ 2 കൊണ്ട് ഹരിക്കാൻ പറ്റും നോക്കാം. അപ്പൊ നമുക്ക് 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 36 എന്ന് കിട്ടും. ഇനി നമ്മൾ ഈ 36നെ ഈ 2 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്ക്. കഴിയും അല്ലേ? അപ്പൊ നമ്മൾ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 18. ഇനി അത് 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 9. 9 ഇനി 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. അപ്പൊ തൊട്ടടുത്തുള്ള നമ്പറിനോടാണ് നോക്കേണ്ടത്. 3നെ കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 3 കിട്ടും. പിന്നെ 3നെ നമ്മൾ 3 കൊണ്ടാണ് ഹരിക്കാൻ കഴിയുള്ളൂ. അതിനെ ഹരിക്കുമ്പോൾ നമുക്ക് 1 എന്ന് കിട്ടും. ഇപ്പൊ നമുക്ക് 144 കുറെ ഫാക്ടേഴ്സ് ഇവിടെ കിട്ടി. പക്ഷെ നേരത്തെ നമ്മൾ ചെയ്തപ്പോ ഇവിടെ 2കളും 3കളും മാത്രമായിരുന്നു. ഇവിടെ നോക്ക് 2ഉം 3യും മിക്സ്ഡ് ആണ്. ഇങ്ങനെ വരുമ്പോ ഇവിടെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടെ കൂട്ടിയാലും ഈ 144ന്റെ എല്ലാ ഘടകങ്ങളും ആകൂല, എല്ലാ ഫാക്ടേഴ്സും ആകൂല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു ടേബിൾ ഒക്കെ വരച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത് 144 ഞാൻ ഇവിടെ എഴുതി കാണിച്ചു കേട്ടോ. 144 2, 22, 2, 36, 2, 18, 2, 9, 3, 3, 3, 1 ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടല്ലോ, ഇവിടെ എത്ര 2കളുണ്ട്? 1, 2, 3, 4 2 ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ കണ്ടോ 5 കള്ളികൾ നേരെ വരയ്ക്കും. 1 ഇവിടെ നോ 2 എന്ന് പറഞ്ഞിട്ടൊരു കള്ളി. 1, 2, 2, 2, 3, 2, 4, 2. 4 2കൾക്കായിട്ട് 4 കള്ളി വേണം. പിന്നെ നോ 2 എന്ന് പറഞ്ഞിട്ടൊരു കള്ളി. അപ്പൊ ആകെ കൂടെ 5 കള്ളി വേണം. അതേപോലെ ഇവിടെ 2 3കൾ ഉള്ളത് കൊണ്ട് 3 കള്ളി വേണം. ഏതൊക്കെ കള്ളി? ഒന്ന് 1, 3യും 2, 3യും. പിന്നെ നോ 3 പറഞ്ഞിട്ടൊരു കള്ളി വേണം. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ ടേബിള് വരയ്ക്കാം. ഈ ടേബിള് വരച്ചിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അറിയോ? നോ 2ന്റെ നോ 3ന്റെ നേരെയുള്ള ഈ കള്ളിന്റെ ഇവിടെ 1 എന്നിട്ട് കൊടുക്കുക. ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള 2, 4 ഇതൊക്കെ എങ്ങനെ കിട്ടിയെന്ന് വെച്ചാലും 1, 2 ഒരു വട്ടം 2നെ ഗുണിക്കുമ്പോൾ നമുക്ക് 2 കിട്ടും. 2 വട്ടം 2നെ ഗുണിക്കുക പറഞ്ഞാല് 2, 2 എന്ന് പറഞ്ഞാല് 2 into 2, 2 into 2 4 അല്ലേ? അതാണ് ഇവിടെ. 3, 2 എന്ന് പറഞ്ഞാല്
2 × 2 × 2 വിച്ച് ഈസ് ഈക്വൽ ടു 8 ആണ്. അതാണ് ഇത്. 4 എന്ന് പറഞ്ഞാൽ 4 വട്ടം ഗുണിക്കുക. 2 × 2 × 2 × 2 × 2 ഇല്ല 16. അതാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെയ്യുന്ന ഇത് ഉണ്ടല്ലോ, ഇത് ഇവിടെ 3 കിട്ടിയത് അതെങ്ങനെയാന്ന് വെച്ചാല് നോ ടൂകളെ കൊണ്ട് നമ്മൾ ഗുണിക്കൊന്നും വേണ്ട, ഒരു 3നെ കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ ആ ഒരു 3 ഇട്ട് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ 3 എന്ന നമ്പറിനെ മുകളിലുള്ള ഓരോ നമ്പർ കൊണ്ട് ഗുണിക്കാം. അതായത് 1നെ കൊണ്ട് 3നെ ഗുണിക്കുമ്പോൾ 3 കിട്ടി, 2നെ 3നോട് ഗുണിച്ചപ്പോ 6 കിട്ടി, 4നെ 3 കൊണ്ട് ഗുണിച്ചപ്പോ 12 കിട്ടി, 8നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 24 കിട്ടി, 16നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 48 കിട്ടി. ഇനി നമ്മൾ ഇവിടെ 2 3 എന്നാണ്, 2 3കളെ കൊണ്ട് നമ്മൾ ഗുണിക്കണം. ഒന്നാമത്തെ കളീനെ തന്നെയാണ് നമ്മൾ ഗുണിക്കേണ്ടത്. ഒന്നാമത്തെ കളീനെ 2 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9, ഈ 2 3, അതായത് 2 × 3 × 3 അതാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ 18 കിട്ടി. 4ന്റെ ഇവിടെ നോക്ക്, 4 × 3 × 3 ചെയ്തപ്പോ 36 കിട്ടി. അങ്ങനെ ചെയ്താണ് ഈ ഒരു നമ്പറിന് 2 വട്ടം 3കളെ കൊണ്ട് ഗുണിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു ആൻസർ, കിട്ടിയ ആൻസർ ഇല്ലേ, ആ കിട്ടിയ ആൻസറിനെ ഒരു 3 കൊണ്ട് ഗുണിച്ചാലും മതി. ഇതിനെ 2 3 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം നിങ്ങൾ ഈ കിട്ടിയിട്ടുള്ള ആൻസറുകളെ ഒരു 3 കൊണ്ട് ഗുണിച്ചാലും ഇത് തന്നെയാണ് കിട്ടുക. 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9, 6നെ 3 കൊണ്ട് ഗുണിച്ചാൽ 18, 12നെ 3 കൊണ്ട് ഗുണിച്ചാൽ 36. അങ്ങനെയാണ് ഈ ഒരു ടാബിൾ കംപ്ലീറ്റ് ആയത്. അപ്പൊ ഈ ടാബിളിന്റെ ഉള്ളിൽ ഇവിടെ 144 കിട്ടിയില്ലേ, അതായത് നമ്മൾ ഇവിടെ ഫാക്ടർ ആക്കിയിട്ടുള്ള ഘടകമാക്കിയിട്ടുള്ള നമ്പർ കിട്ടിയില്ലേ. അങ്ങനെ അവസാനം കിട്ടിയാൽ നിങ്ങളുടെ ആൻസർ ശരിയായിരിക്കും. കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എഴുതിയത് എവിടേക്കോ എന്തൊക്കെയൊക്കെയോ തെറ്റുണ്ടാവും. അപ്പൊ ഇങ്ങനെ കിട്ടി. ഇപ്പൊ ഈ ഒരു ടാബിളിന്റെ ഉള്ളിൽ കുറെ നമ്പേഴ്സ് കിട്ടിയില്ലേ, ഈ നമ്പേഴ്സ് എല്ലാം ആണ് 144ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ അറിയോ, 720ന്റെ ഘടകങ്ങളെ നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ 720ന്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാം? അത് ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ മനസ്സിലായണമെങ്കിൽ ഒന്ന് യെസ് തംസപ്പ് ഇടും കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 720ന്റെ ഫാക്ടേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. 720 എന്ന് പറഞ്ഞാൽ ശരിക്കുണ്ടല്ലോ 144നെ 5 കൊണ്ട് ഗുണിച്ചാൽ 144 × 5 720 അപ്പൊ നമുക്ക് ഇതിന്നൊരു കാര്യം മനസ്സിലാക്കാം. നമുക്ക് ഈ 144ന്റെ ടേബിള് നമ്മൾ വരച്ചില്ലേ ഇവിടെ, ഇത് ഈ ഒരു ടേബിള് ഉപയോഗിച്ചിട്ട് നമുക്ക് 720ന്റെ കണ്ടുപിടിക്കാൻ കഴിയും. അതിന് മുന്നേ നമുക്ക് 720 ഒന്ന് ഫാക്ടർ ആക്കിയിട്ട് കാണിച്ചുതരാം. അതെങ്കിൽ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഇത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 720 നമ്മൾ ഫാക്ടർ ആക്കുന്ന സമയത്ത് നമുക്ക് ഫാക്ടർ ആക്കിയിട്ട് ഞാൻ എഴുതി തരാം കേട്ടോ. 360 ഘടകമാക്കിയിട്ട് കേട്ടോ. തൊണ്ണൂറ് അതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഹരിക്കുമ്പോൾ 45, 90നെ 2 കൊണ്ട് കേട്ടോ ഹരിക്കുമ്പോൾ നമുക്ക് 45 കിട്ടും. 45നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 15. ഘടകങ്ങളെ എഴുതുമ്പോൾ സമയത്ത് നേരത്തെ നമ്മൾ ഒന്ന് മാത്രമായി ഈ 2കളുടെ എണ്ണം മാത്രമാണെങ്കിൽ നമുക്ക് ഈ തന്നിട്ടുള്ള ഈ ഒരു സംഭവം ഇങ്ങനെ എഴുതിയാൽ മതിയായിരുന്നു. പക്ഷെ ഇവിടെ 2ഉം 3യും വരുമ്പോൾ നമ്മൾ ഒരു ടേബിളാ വരയ്ക്കാം. അപ്പൊ 2ഉം 3യും 5ഉം വന്നില്ലേ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, 2 ടേബിൾ വേണ്ടി വരും. എങ്ങനെ 2 ടേബിൾ വരിക?
അതെന്താന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മള് ടൂകൾ എത്ര എണ്ണുള്ളത്, 4 ടൂവലി ഉള്ളത്. അപ്പൊ നമ്മള് 1 2 എന്ന് പറഞ്ഞിട്ട് കള്ളി വരയ്ക്കും. അതേപോലെ 2 2 2 2 പറഞ്ഞിട്ടൊരു കള്ളി വരയ്ക്കും. 3 ടൂക്ക് ഒരു കള്ളി വരയ്ക്കും. 4 ടൂക്ക് ഒരു കള്ളി വരയ്ക്കും. 2 ട്ടോ. പിന്നെ ഇവിടെ നോ 2 എന്ന് പറഞ്ഞിട്ട് കള്ളി വേണം. അതേപോലെ നമുക്ക് ഇവിടെ 3ക്ക് 2 3 അല്ലേ ഉള്ളത്. അപ്പൊ അടിയിൽ ഇവിടെ ഒരു 1 3ക്ക് ഒരു കള്ളി വേണം, 2 3ക്ക് ഒരു കള്ളി വേണം. അതേപോലെ നോ 3ക്കും ഒരു കള്ളി വേണം. ഇങ്ങനെ നമ്മൾ ഈ ഒരു ടാബിൾ ഇങ്ങനെ വരയ്ക്കാന്ന് വിചാരിക്കും. ഇങ്ങനെയല്ലേ നമ്മൾ ടാബിൾ വരയ്ക്കുക. ഞാൻ ശരിക്കും വരച്ചത് വേറെ ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കള്ളി വരയ്ക്കേണ്ടത്, ഇങ്ങനെയാണ് അത് പഠിപ്പിച്ചു തരാം കേട്ടോ. ഇവിടെ നമുക്ക് നോക്കി, ഇവിടെ എത്ര 5 ഉണ്ട്, ഒരു 5 ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കളിയുള്ള ഒരു നമ്പറിനെ നമ്മൾ 5 കൊണ്ട് കളിക്കുന്നില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, നോ 5 എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇവിടെ 1 ഇടും, ഒരു 2നെ കൊണ്ട് ഗുണിക്കുക, 2നെ ഒരു വട്ടം കൂടി ഗുണിക്കുക, അപ്പൊ 4 കിട്ടും. 2നെ ഒരു വട്ടം കൂടെ ഗുണിക്കുമ്പോ 8 കിട്ടും. ഒരു വട്ടം കൂടെ ഗുണിക്കുമ്പോ 16 കിട്ടും. പിന്നെ ഇവിടെയുള്ള ഓരോന്നിനെയും നമ്മൾ 3 കൊണ്ട് ഗുണിക്കുമ്പോ 3 6 അതേപോലെ 12 അങ്ങനെ 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 നമ്മൾ കിട്ടും. പിന്നെ ഇവിടെ കിട്ടിയ ഓരോന്നിനെയും 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9 18 36 ഇവിടെ 72 അങ്ങനെ അങ്ങനെ കിട്ടും. ഇവിടെ 144 അങ്ങനെ നമുക്ക് കിട്ടുമല്ലോ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഇതേപോലെ ഒരു കള്ളിയും കൂടെ അടിയിൽ വരയ്ക്കാം. ഉള്ളിലൊന്നും എഴുതണ്ട. നോ 2 1 2 അതൊക്കെ അതേപോലെ നിന്നോട്ടെ. പക്ഷെ നമ്മൾ അത് നിൽക്കാണ്ട് ഇത് ഇങ്ങനെ വരയ്ക്കാം, ഒരു കള്ളിയും കൂടെ. ഓക്കെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടി അറിയോ, ഇവിടെ നമ്മൾ നോ 5 എന്ന് എഴുതിയില്ലേ, അവിടെ മാത്രം മാറ്റം ഉണ്ടാവും. അവിടെ നമ്മൾ 1 5 എന്ന് വേണം. എന്നിട്ട് ഈ ടാബിളിലുള്ള ഓരോ നമ്പേഴ്സിനെയും നമ്മൾ 5 കൊണ്ട് ഗുണിച്ചിട്ട് ഓരോ കള്ളിയിൽ ഇങ്ങനെ എഴുതി കൊടുക്കുക. അപ്പൊ നമ്മുടെ ടാബിൾ കംപ്ലീറ്റ് ആവും. അതായത് ഇതുപോലെ ഉണ്ടാവും. നമ്മള് നോ 2 1 2 3 2 അങ്ങനെ പറഞ്ഞിട്ട് എഴുതി. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആവില്ലേ കേട്ടോ. നമ്മൾ ഇതുപോലെ എഴുതി. എന്നിട്ട് നമ്മൾ നേരത്തെ ഇതുപോലെ ഇങ്ങനെ എഴുതിയപ്പോൾ നമുക്ക് ലാസ്റ്റ് 144 കിട്ടി. എപ്പോഴും 144 ആവൂല, ഈ ഒരു 720 ടാബിളിൽ 144 വന്നത് കൊണ്ട് ഇങ്ങനെ ആയി പോയതാണ്. എന്നിട്ട് ഈ ഒരു ടേബിൾ ഇതേപോലെ ഇവിടെ വരച്ചു. ഈ മുകളിലുള്ള സാധാരണ എഴുതാത്ത എന്താണെന്ന് വെച്ചാല് അത് അവിടെ ഉള്ളത് കൊണ്ട് താഴെ എഴുതുന്നില്ല എന്നുള്ളൂ. പക്ഷെ നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവിടെ നോ 3 1 3 2 3 അത് ഇവിടെ എഴുതി കൊടുക്കാം. ഇവിടെ നോ 5 എന്നില്ലേ, അവിടെ നമ്മൾ എന്ത് എഴുതി, 1 5 എന്ന് എഴുതി. എന്നിട്ട് ഈ ടേബിളിലുള്ള ഫസ്റ്റത്തെ കളിയത്തെ നമ്പറിനെ 5 കൊണ്ട് ഗുണിക്കാം. ഇവിടെ 1 5 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്ന എല്ലാ നമ്പറിനെയും നമ്മൾ 5 കൊണ്ട് ഗുണിക്കണം. അപ്പൊ നമ്മൾ ഈ 1നെ 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടി. 2ന് 5 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ 2 എവിടെയുള്ള രണ്ടാമത്തെ കളിയിലല്ലേ, അത് ഇവിടെ എഴുതി. 4നെ 5 കൊണ്ട് ഗുണിച്ചപ്പോ 20 കിട്ടി. 4 × 5 20 അല്ലേ, അത് ഇവിടെ എഴുതി. ഇതേപോലെ 8 × 5 40 അല്ലേ, അത് ഇവിടെ എഴുതി. 16 × 5 എത്രയാണോ അത് ഇവിടെ എഴുതി. 48 × 5 എത്രയാ അത് ഇവിടെ എഴുതി. അങ്ങനെ അങ്ങനെ ഇതിലുള്ള ഓരോ കള്ളിനെയും ഒരു വട്ടം 5 കൊണ്ട് ഗുണിച്ചതാണ് ഇവിടെ. അങ്ങനെയാണ് നമ്മൾ ഈ 720 എഴുതി. ഇപ്പൊ നമുക്ക് ഇവിടെ ലാസ്റ്റ് 720 കിട്ടിയില്ലേ. അതായത് നമ്മളോട് ചോദിച്ചിട്ടുള്ള നമ്പർ ആയ 720, ആ ഒരു നമ്പർ കിട്ടിയില്ലേ. അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പൊ കിട്ടിയ ഈ ടേബിളിലെ നമ്പേഴ്സ് മുഴുവനും അതേപോലെ ഈ ടേബിളിലെ സംഖ്യകൾ മുഴുവനും നമ്മുടെ 720 ഫാക്ടേഴ്സ് ആണ്, 720 ഘടകങ്ങളാണ്. ഓക്കെ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഒന്ന് നമസ്കാരം കേട്ടോ. ഓക്കെ, ഗുഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയ കാര്യം നോക്കാം. ഫൈൻഡ് 2 നമ്പേഴ്സ് വിത്ത് എക്സാക്ട്ലി 5 ഫാക്ടേഴ്സ്. അതായത് നമ്മളോട് 2 നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള 2 നമ്പറാ. ആ 2 നമ്പറുകൾക്കും ഏതൊക്കെയോ 2 നമ്പർ കേട്ടോ, ഇതൊരു നമ്പറാണ് വിചാരിക്കും, ഇതൊരു നമ്പറാണ് വിചാരിക്കും. ഈ 2 നമ്പറിനും കൃത്യം 5 ഘടകങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. അതായത് കൃത്യം 5 ഫാക്ടേഴ്സ് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് നമ്മൾ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുക?
ഇങ്ങനെ നമ്മൾ ഒരു നമ്പറിന്റെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ അറിയോ? ഞാൻ കാണിച്ചുതരാം. എങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങൾക്കൊരു ഉദാഹരണത്തിന് നമ്മളിപ്പോ 144 നമ്മൾ നേരത്തെ 144 എത്ര ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ നേരത്തെ എണ്ണി നോക്കിയിട്ടില്ലല്ലോ. പക്ഷെ ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്. 272 236 കാണിച്ചത് ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിട്ട് എഴുതാം കേട്ടോ. 218 2 9 3 3 3 1. ഇവിടെ നമുക്ക് ഈ 144നെ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നമ്മൾക്ക് ഈ 144 എത്ര ഫാക്ടേഴ്സ് ഉണ്ട് ഇത് കണ്ടിട്ട് പറയാൻ പറ്റുമോ? ഏതൊക്കെ ഫാക്ടേഴ്സ് എന്നല്ല, എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് ആ ഒരു ടേബിളിലുള്ള നമ്പേഴ്സിനൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ എത്ര എണ്ണം ഉണ്ടെന്ന്? ഇല്ലല്ലോ. പക്ഷെ ഇതിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ വെച്ചാല് ഇതിൽ ഞാനിത് ഇവിടെ കിട്ടിയിട്ടുള്ള 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതി. ഇത് ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ഇവിടെയുള്ള ഈ 2കളുടെ എണ്ണം എത്രയാ നോക്കുക, അതേപോലെ 3കളുടെ എണ്ണം എത്രയാ നോക്കുക. അങ്ങനെ നോക്കുന്ന സമയത്ത് എനിക്ക് 2ന്റെ എണ്ണം 1 2 3 4 കിട്ടി, 4 എന്ന് കിട്ടി. ഇവിടെ 3ന്റെ എണ്ണം എത്രയെന്ന് കിട്ടി? എനിക്ക് 2 എന്ന് കിട്ടി. ഈ കിട്ടിയിട്ടുള്ള എണ്ണം ആണ് കേട്ടോ, എത്ര എണ്ണം ഉണ്ട് എന്ന്. അപ്പൊ ഇതിലേക്ക് 2ലേക്കും 1 ആഡ് ചെയ്യാം. ഇവിടുന്ന് 1 കിട്ടിയത് അങ്ങനെ 1 അങ്ങോട്ട് കൂട്ടുക നമ്മള്. അപ്പൊ നമ്മൾ 1 കൂട്ടുമ്പോൾ നമുക്ക് ഇതിലേക്ക് 5 എന്നാവും, ഇത് 3 എന്നാവും അല്ലേ? ഇപ്പൊ 1 കൂട്ടിയപ്പോ നമുക്ക് 2 നമ്പർ കിട്ടിയില്ലേ? ഈ 2 നമ്പർ ഗുണിക്കുക. 5 ഇൻറ്റു 3 അപ്പൊ എത്ര കിട്ടുക? 15. ഇത്രയ്ക്കും ഫാക്ടേഴ്സ് ആണ് നമ്മുടെ 144 ഉണ്ടാവുക. 15 ഫാക്ടേഴ്സ്. ഇനി നോക്ക്, നമ്മളിപ്പോ വേറെ നമ്പർ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കേട്ടോ, അപ്പൊ ഒരു 10 എന്നുള്ള നമ്പർ നമ്മൾ എടുക്കാണ്. 10ന്റെ ഫാക്ടേഴ്സ്. 10നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 5 എന്ന് കിട്ടും. 5നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ 1 എന്ന് കിട്ടും. അപ്പൊ 10നെ നമുക്ക് 10 എന്ന് പറഞ്ഞാല് 2 ഇൻറ്റു 5 എന്ന് എഴുതാം. ഇവിടെ എത്ര 2 ഉണ്ട്? ഒരാള് അല്ലെ? എത്ര 5 ഉണ്ട്? ഒരാള്. ഇതിലേക്ക് 1 ആഡ് ചെയ്യുക, ഇതിലേക്ക് 1 ആഡ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന 2 പിന്നെ ഇവിടെ കിട്ടുന്ന 2ഉം ഗുണിക്കുക. അപ്പൊ നമുക്ക് 4 എന്ന് കിട്ടിയില്ലേ? അതിന്റെ അർത്ഥം 10ന് 4 ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ്. ആരൊക്കെയാണ് 10ന്റെ ഈ 4 ഫാക്ടേഴ്സ്? 10ന്റെ 4 ഫാക്ടേഴ്സ് 1 2 5 10. ഈ 4 ആളെ കൊണ്ടല്ലാണ്ട് വേറെ ആരെ കൊണ്ട് 10നെ ഹരിക്കാൻ പറ്റൂലല്ലോ. അതാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു സംഖ്യയുടെ ഫാക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കുന്ന നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താ അറിയോ? 2 നമ്പർ എക്സാക്ട്ലി 5 ഫാക്ടേഴ്സ്, 5 ഘടകങ്ങൾ മാത്രമുള്ള നമ്പർ കണ്ടുപിടിക്കാം. ഒരുപാട് നമ്പർ ഉണ്ട്, ഒരുപാട് നമ്പർ ഉണ്ട്. പക്ഷെ അതിൽ 5 എണ്ണം മാത്രമുള്ള നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം ചെയ്യണം പ്രൈം നമ്പേഴ്സ് നോക്കാം. 2 3 5 7 ഇതൊക്കെ ഈ പ്രൈം നമ്പേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക. ഞാന് 5 എണ്ണല്ലേ വേണ്ടത്. അപ്പൊ 5ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 4 അല്ലേ? ഇതിൽ ഒരു നമ്പർ മാത്രം എടുത്തിട്ട് അതിന് 4 വട്ടം അങ്ങോട്ട് ഗുണിക്കുകയാണ്. 2 എടുത്തിട്ട് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2. അതേപോലെ 3 എടുക്കുകയാണ്. 3 എടുത്താല് 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3. എന്തുകൊണ്ടാണ് 4 വട്ടം ഗുണിക്കുന്നത്? കാരണം ഇവിടെ 5ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് നമ്മൾ 4 വട്ടം ഗുണിക്കാന്ന് വിചാരിക്കും കേട്ടോ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ആൻസർ കിട്ടൂലേ? 2 ഇൻറ്റു 4 പിന്നെ 8 60 ആണ് ഇവിടെ. ഈ 60 നമ്മൾ കൃത്യം 4 ഫാക്ടേഴ്സ് ചെയ്യണുള്ളൂ. എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ 16നെ ഫാക്ടർ ആക്കും, ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ആണ് കിട്ടുക. അപ്പൊ നമ്മൾ അതിന് നമ്പർ ഓഫ് ഫാക്ടർ കാണാൻ, അതിന്റെ ഘടകങ്ങളുടെ എണ്ണം കാണാൻ എന്താ ചെയ്യാം? എത്ര 2 ഉണ്ടോ നോക്കൂ, 4 2 ആണ്, അതിലേക്ക് 1 ആഡ് ചെയ്യും, അപ്പൊ 5 ആണ്. അപ്പൊ നമ്മൾ 5 എന്ന് കിട്ടും. പ്രൈം നമ്പേഴ്സ് അല്ലാത്ത നമ്പേഴ്സ് നമ്മൾ എടുക്കരുത്. കാരണം പ്രൈം നമ്പർ അല്ലാത്ത നമ്പറിന് ആ നമ്പർ തന്നെ വേറെ ഘടകങ്ങൾ ഉണ്ടാവും. പ്രൈം നമ്പർ എടുക്കാൻ കാരണം അതിന് വേറെ ഘടകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ 3നെ കാക്കുമ്പോൾ 3 ഇൻറ്റു ഇപ്പൊ ഈ ഒരു നമ്പർ 4 വട്ടത്തിൽ നമ്മൾ ഗുണിക്കുന്നത്. അപ്പൊ ഈ ഒരു കിട്ടുന്ന ആൻസറിന് എത്ര ഘടകം ഉണ്ടാവും? 5 ഘടകം ഉണ്ടാവും. 4 + 1 5, എത്ര ഘടകം ഉണ്ടാവും? അപ്പൊ നോക്ക്, ഇത് മൂന്നും കൂടെ ഗുണിക്കുന്ന സമയത്ത് നമുക്ക് 4 കൂടെ 81 കിട്ടാം. അപ്പൊ ഇതിന് എത്ര ഘടകം ഉണ്ട്?
അപ്പൊ നമ്മൾ നോക്ക് 5 × 5 × 5 × 5 ചെയ്യുമ്പോൾ നമുക്ക് 625 എന്നാണ് കിട്ടുക. അതായത് 625 എത്ര ഘടകങ്ങളുണ്ട്? കൃത്യമായിട്ടും 5 ഘടകങ്ങളേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കുമ്പോൾ നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ്. ഈ യൂണിറ്റിന്റെ പേര് ഡെസിമൽ ഓപ്പറേഷൻസ്, അതായത് ദശാംശ രീതി. ഇത് എന്താ പഠിക്കണ വെച്ചാല് നമ്മൾ നേരത്തെ യൂണിറ്റിൽ എന്താ പഠിച്ചിരുന്നത്? എങ്ങനെയാണ് ഡെസിമൽ നമ്പേഴ്സ് എന്താ, അതായത് ദശാംശ സംഖ്യകൾ എന്താണ്, അതെങ്ങനെ ഉണ്ടാവുന്നത്, അതേപോലെ ആ ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യുന്നത്, എങ്ങനെ പ്ലസ് ചെയ്യുന്നത്, മൈനസ് ചെയ്യുന്നതൊക്കെ അല്ലേ പഠിച്ചത്. ഈ ഒരു ക്ലാസ് നമ്മൾ എങ്ങനെയാണ് ഗുണിക്കുന്നത്, എങ്ങനെയാണ് ഹരിക്കുന്നത്, അതായത് എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിവിഷൻ നടത്തുന്നത് എന്നാണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് പോവാം. നിങ്ങൾ ഇതുവരെയുള്ള യൂണിറ്റ് ഒക്കെ ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ പറ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള ഈ നമ്പേഴ്സ് ഉണ്ടല്ലോ, ഈ നമ്പേഴ്സിനെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്ത് പഠിപ്പിച്ചിടാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എന്തായാലും ഒരു സ്ക്വയർ ഉണ്ട്, അതായത് ഒരു സമചതുരം ഉണ്ട്. ഇതാണ് നമ്മുടെ സമചതുരം കേട്ടോ. ഈ പാഠം ശ്രദ്ധിച്ചോട്ടോ. ഇത് ഫാക്ടേഴ്സ് പോലെ കുറച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ല. ഇത് നല്ല ഈസി ആയിട്ടുള്ള പാഠാണ്. നിങ്ങൾക്ക് ശരിക്കും ഗുണിക്കാനും ഹരിക്കാനും അറിയുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠം പോയിന്റിന്റെ ഗുണനോ ഹരണമോ ഒരു പ്രയാസം ഉണ്ടാവൂല. നല്ല ഈസിയാണ്, പെട്ടെന്ന് സ്കോർ ചെയ്യാം ഈ പാഠത്തിൽ നിന്ന്. ഈ പാഠത്തിന് എന്തായാലും ചോദ്യം ചോദിക്കുകയും ചെയ്യും. അപ്പൊ ശ്രദ്ധിക്കട്ടോ എല്ലാരും. ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞതറിയോ? നമുക്ക് ഇവിടെ ഒരു സമചതുരം തന്നിട്ടുണ്ട്. ഈ സമചതുരത്തിന്റെ വശങ്ങളുടെ നീളം, സൈഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 6.4 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ചുറ്റളവ്, അതായത് ചുറ്റും ഉള്ള അളവ് എത്രയാണ് എന്നാണ്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് നമ്മൾ എങ്ങനെ കാണാം? പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണാന് അത് ഒരു സമചതുരത്തിൻ്റെതാണെങ്കിൽ, ഒരു സ്ക്വയറിന്റെ ആണെങ്കിൽ തന്നിട്ടുള്ള ഈ ഒരു സൈഡിനെ നമ്മൾ 4 കൊണ്ട് ഗുണിക്കും. അതായത് 6.4 × 4 എന്ന് ചെയ്യും. ആണല്ലോ. ഇങ്ങനെ ഒരു ദശാംശ സംഖ്യ, ഒരു ഡെസിമൽ നമ്പറിനെ നമ്മൾ ഒരു സാധാ പോലെയുള്ള സംഖ്യനെ കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഡെസിമൽ നമ്പർ നമ്മുടെ കയ്യിലുണ്ടോ എങ്കിൽ അതിനെ ഫസ്റ്റ് ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റുക. ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാല് അതിനെ ഭിന്നസംഖ്യ ആയിട്ട് മാറ്റുക. എങ്ങനെയാണ് 6.4 ഭിന്നസംഖ്യയൊക്കെ അറിയില്ലേ? 6.4 എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമുക്കറിയാം. നമ്മൾ എന്താ ചെയ്യേണ്ടതോ? 64 നമുക്ക് എഴുതാം. ഈ 6.4 പോയിന്റ് ഇതാക്കിയിട്ട് എഴുതാം. എന്നിട്ട് ഇവിടെയുള്ള ഇതിന്റെ പ്ലേസ് എത്രയാണ്? ഇത് 1/10th പ്ലേസിലല്ലേ? അപ്പൊ നമ്മൾ അടിയിൽ 10th അല്ലേ? ഈ 10 ഇവിടെ എഴുതി കൊടുക്കുക. ഇപ്പൊ ഇതാണ് ഇതിന്റെ ഡെസിമൽ ഫോം. ഡെസിമൽ അല്ല, ഫ്രാക്ഷൻ ഫോം. അപ്പൊ നമ്മൾ ഇതിനെ 6.4 എന്ന് പറഞ്ഞാൽ 64/10 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ 64/10 എന്ന് എഴുതാം. ഇൻറ്റു 4. അതായത് ഈ 64 ശരിക്കും അടിയിൽ 1 എന്നുണ്ട് കേട്ടോ. നമ്മൾ എഴുതാറില്ല എന്നുള്ളൂ. നമ്മൾ അടിയിൽ ഒരു 1 ഉണ്ട്, പക്ഷെ നമ്മൾ എഴുതാറില്ല എന്നുള്ളൂ. സാധാരണ എഴുതാറില്ല. 64 × 4 / 10. ഇത് ഗുണിക്കുമ്പോ 64 × 4/10 ചെയ്യുമ്പോൾ നമുക്ക് 256/10 കിട്ടി. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു നമ്പർ അടിയിൽ 10 ഒക്കെ വന്നിട്ട് ഇങ്ങനെ ഫ്രാക്ഷൻ കിട്ടിയില്ലേ? ഇപ്പൊ നമ്മുടെ കയ്യിൽ നമ്മളെല്ലാം ഗുണിച്ച് സെറ്റപ്പ് ആയില്ലേ? ഇനി നമ്മൾ ഈ കിട്ടിയിട്ടുള്ള നമ്പറിനെ ഡെസിമലിലേക്ക്, അതായത് ദശാംശസംഖ്യയിലേക്ക് മാറ്റുക. എങ്ങനെ മാറ്റാം? അത് മാറ്റാൻ ഞാൻ എന്ത് ചെയ്യാറോ, ഈ അടിയിലുള്ള നമ്പർ എഴുതാതെ മുകളിലത്തെ നമ്പർ മാത്രം എഴുതാട്ടോ. 256 എന്ന് എഴുതാം. എന്നിട്ട് അടിയിൽ 10 ഉള്ളത്. അപ്പൊ നമ്മൾ ഒരു നമ്പറിനെ 1/10th പ്ലേസിൽ വെക്കാം. അപ്പൊ ഇതിന് ലാസ്റ്റ് നമ്പറിന്റെ 1/10th പ്ലേസിൽ വെച്ചിട്ട് ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ഇത്രയ്ക്കും സെന്റിമീറ്റർ ആയിരിക്കും നമ്മുടെ ഈ ഒരു സാധനത്തിന്റെ, ഈ ഒരു സമചതുരത്തിന്റെ ഏരിയ, അല്ലെങ്കിൽ ഏരിയ അല്ല, ചുറ്റളവ്.
അടുത്ത ചോദ്യം എന്താ അറിയോ? ഒരു സഞ്ചി ഉണ്ട്. ഇതാണ് നമ്മുടെ സഞ്ചി. ഈ സഞ്ചിയില് 4.575 കിലോഗ്രാം പഞ്ചസാര ഷുഗറാണ് കൊള്ളുന്നത്. ഇങ്ങനെയുള്ള 8 സഞ്ചികളിൽ ആകെ എത്ര പഞ്ചസാര കൊള്ളും? ഇങ്ങനെ ഇത് ഒരു സഞ്ചി, ഇങ്ങനെ രണ്ടാമത്തെ സഞ്ചി ഉണ്ട്, ഇങ്ങനെ മൂന്നാമത്തെ സഞ്ചി ഉണ്ട്, നാലാമത്തെ ഒന്നുണ്ട്, അങ്ങനെ ആകെ എത്ര എണ്ണം ഉണ്ട് എന്നാ പറഞ്ഞത്? 5, 6, 7, 8 എണ്ണം. ഓരോന്നിലും 4.57 ഉണ്ട്. അപ്പോ ആകെ ഇതിൽ എല്ലാത്തിലും കൂടെ എത്ര ഉണ്ടാവും? 4.575 8 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? അതായിരിക്കും നമുക്ക് ഇതിൽ എല്ലാത്തിലും കൂടെ എത്രയാണ് കാണാൻ കഴിയുക അല്ലെ? അപ്പൊ നമുക്ക് ഈ 4.7 എന്ന ഈ ഒരു സംഖ്യനെ നമ്മൾ 8 കൊണ്ട് ഗുണിക്കണം. പക്ഷെ ഈ സംഖ്യ ഡെസിമൽ നമ്പർ അല്ലേ, ദശാംശ സംഖ്യ അല്ലേ? അപ്പൊ നമ്മൾ അതിനെ മാറ്റണം അല്ലെ? മാറ്റുന്നതിന് മുന്നേ നമ്മൾ നോക്കണ്ട അറിയോ? ഈ ഒരു നമ്പർ പോയിന്റിന് ശേഷമുള്ള ഫസ്റ്റ് നമ്പർ 1/10th പ്ലേസിൽ, അടുത്ത നമ്പർ 1/100 ആണ്, അടുത്ത നമ്പർ 1/1000 അല്ലേ? ആ ലാസ്റ്റ് നമ്പറിനെ നമ്മൾ എടുക്കാം. അതിന് മുന്നേ നമ്മൾ 4.575 ആ നമ്പർ ഇങ്ങനെ എഴുതാം. എന്നിട്ട് ഇതിന്റെ ലാസ്റ്റ് ഉള്ളത് 1/1000 ആണ്. ആ 1000നെ നമ്മൾ ഈ ഒരു നമ്പറിന്റെ അടിയിൽ എഴുതി കൊടുക്കാം. ഇങ്ങനെയാണ് ഈ ഒരു നമ്പറിനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റും. ഇങ്ങനെയാ വരിക. ഇൻറ്റു നമുക്ക് ഈ 8നെ കൊണ്ടല്ലേ ഗുണിക്കുന്നത്, ആ 8 ഇവിടെ എഴുതാം. ഇത് ഈക്വൽ ടു 4, ഈ മുകളിലെ 2 നമ്പർ തമ്മിൽ ഗുണിക്കുക അല്ലെ? 4575 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 1000. ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് 660 ഇങ്ങനെയാണ് കിട്ടുക. അടിയിൽ 1000. ഇനി നമ്മൾ 1000 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടി അറിയോ? ഇവിടെ എത്ര സീറോ ഉണ്ട്? അതായത് ഇവിടെ അടിയിൽ 1000 അല്ലേ വന്നത്? അപ്പൊ നമ്മൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നമ്പർ അതേപോലെ എഴുതാം. മുകളിൽ നമ്പർ 36,600 എഴുതിയിട്ട് 1/1000 സ്ഥലം വരെ ഒഴിച്ചു കൊടുക്കാം. അത് 1/10, 1/100, 1/1000. അത് ഇവിടെ കൂട്ടുക. ഇവിടെ ഉള്ള സീറോകളുടെ എണ്ണം നോക്കിയിട്ട് ഇവിടെ 3 സീറോക്കുള്ള സ്ഥലം ആ ഒരു സ്ഥലം ഒഴിച്ചിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 1/1000 അങ്ങനെയാണ് ശരിക്കും പഠിക്കേണ്ടി കേട്ടോ. 1/1000 വരെയുള്ള പോയിന്റിന് കാണിച്ചിട്ട് 1/10 ഇവിടെ, 1/100 വരെ, ഇവിടെ 1/1000. ഇങ്ങനെ 3 സംഖ്യകളുടെ ഇവിടെ പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇതായിരിക്കും നമ്മളുടെ ഇത്രയും കിലോഗ്രാം പഞ്ചസാര ആയിരിക്കും ഈ ഒരു 8 എണ്ണത്തിലും കൂടെ ഉണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ തന്നിട്ടുള്ളതിന്റെ ആൻസർ കാണാന് ഇവിടെ തന്ന നമ്പർ എന്തായിരുന്നു? 46.2 ഇൻറ്റു 0.23 ആണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലത്തെ കണക്കല്ല അല്ലെ? ഇവിടെയും ഡെസിമൽ ആണ്, ഇവിടെയും ഡെസിമൽ ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ നമ്പറിനെയും നമ്മൾ ഫ്രാക്ഷനിലേക്ക്, അതായത് ഭിന്നസംഖ്യ ആക്കണം. ഈ നമ്പറിനെയും നമ്മൾ ഭിന്നസംഖ്യയിരിക്കണം. അപ്പൊ ഇതിൽ ഭിന്നസംഖ്യയൊക്കെ ആണ് ഈ നമ്പർ അതേപോലെ 46.2 ഡിവൈഡഡ് ബൈ ഇവിടെ 1/10th മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ അടിയിലെ 10th എഴുതാം. ഇൻറ്റു 0.23 ഇതിനെ നേരെ ഇങ്ങനെ എഴുതുമ്പോൾ 23 മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഡിവൈഡഡ് ബൈ ഇവിടെ 1/100 വരെ ഉണ്ട് അല്ലേ? അപ്പൊ അടിയിൽ 100 എഴുതി കൊടുക്കുക. ഇറ്റ് ഈക്വൽ ടു 462 ഇൻറ്റു 23 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 100 അല്ലേ? 10 ഇൻറ്റു 100. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നോക്ക്, ഈ മുകളിലുള്ള 2 നമ്പേഴ്സ് നമ്മൾ ഗുണിക്കുകയാണ് വിചാരിക്കുക. അങ്ങനെ ഗുണിക്കുമ്പോൾ നമുക്ക് 6, 2, 6. ഇനി അടിയുള്ളത് ഗുണിക്കുമ്പോൾ 1000. ഇതാണ് വരിക. ഇതിനെ നമ്മൾ ഡെസിമലിലേക്ക്, അതായത് ദശാംശം ഇങ്ങനെ പോയിന്റ് ഒക്കെ ഇട്ടിട്ട് എഴുതണം കിട്ടിയിട്ടുള്ള ആൻസറിന്. അപ്പൊ ഈ കിട്ടിയിട്ടുള്ള ആൻസറിന് നമ്മൾ എഴുതുമ്പോൾ ആദ്യം ആ നമ്പർ എഴുതാം, 1062.6. ഈ നമ്പർ അതേപോലെ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ അടിയിൽ 1000 അല്ലേ ഉള്ളത്? അപ്പൊ 1/1000, 1/1000, 1/1000 അത്രയ്ക്ക് ഡെസിമൽ ഫോം നമ്മൾ മാറ്റി വെക്കാം. അപ്പൊ 3 എണ്ണാണ് അല്ലേ മാറ്റി വെക്കേണ്ടത്? 1/10ഉം ഒന്ന് 1/10ന്, മറ്റേത് 1/100ന്, മൂന്നാമത്തത് 1/1000. അപ്പൊ 3 നമ്പർ മാറ്റണം. 1, 2, 3 നമ്പർ മാറ്റിയിട്ട് ഇവിടെ പോയിന്റ് ഇട്ടിട്ട് ഇതാണ് ഇത് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ. അടുത്ത നമ്പർ എങ്ങനെ നോക്കും? 2.04നെ നമ്മൾ 2.4 കൊണ്ട് ഗുണിക്കണം.
അപ്പൊ ആദ്യം എന്ത് ചെയ്യണം, ഇതിനെയും നമ്മൾ ഫ്രാക്ഷനിലേക്ക് മാറ്റാം. ആദ്യത്തെ ആള് 204 എന്ന് എഴുതി. അടിയിൽ ഇവിടെ നോക്ക് 1/10 1/100, അപ്പൊ 100 എഴുതി ഇൻറ്റു 24. ഇവിടെ നോക്ക് 1/10 അല്ലേ, അപ്പൊ 10 ഇത് ഗുണിച്ചാല് 204 ഇൻറ്റു 24 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 10 അല്ലെ, 100 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ നമുക്ക് 4896 ഡിവൈഡഡ് ബൈ 1000 ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്ക് 1/1000 വരെയുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ 3 നമ്പർ മാറ്റണം. 4.896 എന്നാണ് വരിക. ലാസ്റ്റ് 3 പോയിന്റ് മാറ്റിയിട്ടില്ലേ, 1/1000 വരെയുള്ള സ്പേസ് കൊടുത്തില്ലേ, അങ്ങനെയായിട്ട് ചെയ്യാം. ഇനി ഇവിടെ ഓരോന്നും നമ്മള് നോക്ക്, ഇവിടെ നമുക്ക് നമ്പർ തന്നിട്ടുണ്ട് ആണല്ലോ. ഇതിന് തുല്യമായത് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് തുല്യമായത് ഞാൻ ഇങ്ങനെ കാണാം. അതിന് തുല്യമായത് കാണാൻ നമ്മള് ഇവിടെ ഒന്നാമത്തെ ഇത് നമ്മൾ ഗുണിക്കുമ്പോൾ ആൻസർ ഞാൻ എഴുതി തരാം. 0.000100. രണ്ടാമത്തേത് ചെയ്യുമ്പോ 0.0 സോറി ഇതങ്ങനെയല്ല. ഇതെന്താ ചെയ്യുന്നത് നോക്കുമ്പോളേ, ഇവിടെ നോക്ക് 1.47 3.7 അല്ലെ. ഇവിടെ 147 30. ഇവിടെ നോക്ക് 147 30 147 30 147 30. സംഭവം നോക്ക്, നമ്പേഴ്സ് ഒക്കെ സെയിം ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനൊക്കെ ഓരോ ആൻസർ കിട്ടൂലേ. കിട്ടുന്ന ആൻസറിൽ ഇപ്പൊ ഇതിന് കിട്ടുന്ന ആൻസറിൽ 1 2 3 അങ്ങനല്ലേ, 3 നമ്പറാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ 3 നമ്പർ നമ്മൾ ഗുണിച്ച് കിട്ടുന്ന ആൻസറിൽ 3 പോയിന്റുകൾ ലാസ്റ്റ് 3 നമ്പർ മാറിയിട്ടാണ് പോയിന്റ് ഇട്ട് കൊടുക്കുക അല്ലെ. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ രണ്ടാമത്തെ ഇതിനെ ചെയ്യുമ്പോൾ നോക്ക്, ഇവിടെ ഒരു നമ്പറും ഇവിടെ ഒരു നമ്പറും ആണുള്ളത്. അതായത് ഇവിടെ 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പറല്ലേ ഉള്ളത്, ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ ഉണ്ട്. എവിടെ നമ്മൾ പോയിന്റ് കഴിഞ്ഞിട്ട് 3 നമ്പർ വരുന്നുണ്ടോ, ഇതിന് 3 നമ്പർ അല്ലേ, ഇവിടെ 2 ആളും ഇവിടെ ഒരാളും, അതായത് 3 ആൾക്കാരുണ്ട് അല്ലെ. എവിടേക്ക് ഇതിൽ ഏതൊക്കെ നമ്പറിന് പോയിന്റ് കഴിഞ്ഞിട്ട് 3 ആൾക്കാർ വരുന്നുണ്ടോ അതൊക്കെയാണ് ഇതിന് ഈക്വൽ ആയിട്ടുള്ള നമ്പർ വരിക. അങ്ങനെ മനസ്സിലാക്കാം. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1, ഇവിടെ 1, 2 അല്ലേ ഉള്ളത്, 3 അല്ലല്ലോ. അപ്പൊ ഇതല്ല. ഇവിടെ നോക്ക് 147, ഇവിടെ 0 ആണ്, ഇവിടെ 2 ആണ്. അപ്പൊ ഇവിടെ 2, ഈ 2 കൂടെ ആഡ് ചെയ്ത 2, അത് 3 ആണോ, അല്ല. അപ്പൊ ഇയാളും അല്ല. ഇവിടെ നോക്ക് 2 ആള് 3 ആള് 2 ആള്, അതായത് 2 2 3 ആണോ, അല്ല. അപ്പൊ ഇയാളും അല്ല. എന്നാലും ഞാൻ വേറെ നമ്പർ തരാം. 14.7 ഇൻറ്റു 0.37. ഇവിടെ നോക്ക്, ഇവിടെ ഒരാള് ഇവിടെ 2 ആള്. ഈ ആൻസറിൽ 2ഉം 1ഉം 2ഉം കൂടെ കൂട്ടിയ 3 ആളായില്ലേ. അപ്പൊ ഈ ആള് ശരിക്കും ഈ നമ്പറിനോട് ഈക്വൽ ആണ്. പക്ഷെ ഇവിടെ തന്നിട്ടുള്ള ആരും തന്നെ ഈ നമ്പറിനോട് ഈക്വൽ അല്ല. ഇവിടെയുള്ള നമ്പർ ഈക്വൽ ആവാൻ കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് 2 എത്ര സ്ഥാനമാണോ മാറിയുള്ളത് അത്രയ്ക്ക് ആൾക്കാർക്ക് വരുന്ന നമ്പേഴ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും, ആൻസർ ഈക്വൽ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇനി ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളറിയോ, ഇത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കുറച്ച് സംഭവം നമ്പർ ഉണ്ടല്ലോ, ഇതില് ഏറ്റവും വലിയത് ആരാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും വലുത് ആരാന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ആദ്യം ഇത് ഗുണിക്കുമ്പോ എത്ര ആൻസർ കിട്ടുന്നത് നിങ്ങൾക്ക് എഴുതി കാണിച്ചുതരാം. ഇത് നമുക്ക് 0.000, ഇത് രണ്ടാമത്തെ ആൾക്ക് 0.001010, മൂന്നാമത്തെ ആൾക്ക് 0.000101, അടുത്ത ആൾക്ക് 0.000100. ഇതിലാരാ വലുതെന്ന് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാം? നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഓരോരുത്തരും എടുത്തിട്ട് ആദ്യത്തെ ആള് എല്ലാവരും സെയിം അല്ലേ, പിന്നെ പോയിന്റ്. രണ്ടാമത്തെ ആളോ എല്ലാവരും സെയിം ആണ്. മൂന്നാമത്തെ ആളോ എല്ലാവരും സെയിം ആണ്. നാലാമത്തെ ആൾ നോക്കും, ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്,
ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. ഇതിൽ ആരാ വലുത്? 1 ആണോ 0കളാണോ വലുത്? 1 അല്ലേ വലുത്. അപ്പൊ ഇയാളാണ് ഇതിന്റെ കൂട്ടത്തില് വലിയ ആള്. ഇനി കൂട്ടത്തില് ചെറിയ ആളാരാ? ചെറിയ ആളെ കണ്ടുപിടിക്കാണ്. അപ്പൊ ഇയാൾ നോക്ക്, കൂട്ടത്തിലെ വലിയ ആളായി. അപ്പൊ ഇയാൾ ക്യാൻസൽ ആയിട്ടോ. നമ്മൾ ചെറിയ ആളെ കണ്ടുപിടിക്കുന്നത്. ശരിക്കും വലിയ ആളെ നമ്മൾ കണ്ടുപിടിക്കാൻ പറഞ്ഞത്, അത് നമ്മൾ കണ്ടുപിടിച്ചു. ഈ ചെറിയ ആളെ തപ്പാണ്, തിരയാണ്. ഇവിടെ നോക്ക്, ഇയാള് 1 ആണ്, 0 ആണ്, ഇവിടെ 1 0. അപ്പൊ എന്തായാലും ഇയാളല്ല, ഇയാള് വലുതായി. അപ്പൊ ഇയാള് പോയി. ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്. സോറി, ഇയാള് പോയില്ല കേട്ടോ. ഐ മീൻ ഇയാള് പോയില്ല. ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അപ്പൊ 3 സെലക്ട് ചെയ്ത്. ഇനി ഇവിടെ 0 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0 ആണ്, ഇവിടെ 0 ആണ്. സോറി, ഇനി ഇയാള് വേണ്ട അല്ലേ. ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്, ഇവിടെ 0 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതേ ഒഴിവാക്കി. ഇനി ഇവിടെ 0 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്. അപ്പൊ ഇവിടെ 1നെ വേണ്ട, അടുത്ത ആള് 0. ഇതിന്റെ അർത്ഥം ഇയാളും ഏറ്റവും ചെറുത്, രണ്ടാളും സെയിം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ തന്നിട്ടുള്ള എന്താ അറിയോ? ഒരു സ്കൂളിലുണ്ടല്ലോ 5 ദിവസം ആകെ കൊടുത്ത പാല് എന്ന് പറയുന്നത് 132.575 ലിറ്റർ ആണ്. ഒരു ദിവസം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര ലിറ്റർ പാല് കൊടുത്തിട്ടുണ്ടാവും എന്ന് ചോദിച്ചിട്ടുള്ളത്. 5 ദിവസം ഇത്ര കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം എത്ര കൊടുത്തിട്ടുണ്ടാവും? ഇതിനെ 5 കൊണ്ട് ഹരിച്ചാൽ പോരെ. ഇത് ഒന്നാമത്തെ ദിവസത്തതും രണ്ടാമത്തെ ദിവസത്തും മൂന്നാമത്തെ ദിവസത്തും നാലാമത്തതും അഞ്ചാമത്തതും കൂടെ കൂട്ടിയതല്ലേ. അപ്പൊ ഇതില് ഒരു ദിവസം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. എങ്ങനെയാ നമ്മള് 132.575നെ 5 കൊണ്ട് ഹരിക്കാം? അങ്ങനെ ഹരിക്കാന് നമ്മൾ ഇങ്ങനെ ഹരിക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണോ, ഈ ഒരു നമ്പറിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. അത് നമ്മൾ ഫ്രാക്ഷൻ ആക്കുമ്പോൾ ആദ്യം 132.575 എഴുതാം. ഡിവൈഡഡ് ബൈ, ഇവിടെ 3 നമ്പറിലെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്, ആ പടിയിൽ 1000 ആണ് അല്ലെ. ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേനോ? ഹരിക്കണം 5. നമുക്കിങ്ങനെ ഹരിക്കാനുള്ള കണക്കൊന്നും അറിയൂല, നമുക്ക് ഗുണിക്കാനുള്ളത് മാത്രമല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ ഗുണിക്കണം എന്നാക്കണം. നമുക്കറിയാം ഈ 5 എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ്. നേരത്തെ പറഞ്ഞില്ല, അടിയിൽ ശരിക്കും ഒരു 1 ഉണ്ട്, നമ്മൾ ഇടാറില്ലാന്ന്. പക്ഷെ ഇനി നമുക്ക് അതിന് ആവശ്യമുണ്ട്, ആ 1ന് ആവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഈ ആദ്യത്തെ നമ്പർ അതേപോലെ 132.575 ബൈ 1000 അതേപോലെ എഴുതുക. എന്നിട്ട് ഇവിടെ ഹരിക്കണം എന്നുള്ളിടത്ത് ഗുണിക്കാൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ നമ്പറിനെ തല തിരിച്ചിട്ട് എഴുതുക. അതായത് റെസിപ്രോക്കൽ എടുക്കുക, വിൽക്രം എടുക്കുക. അതായത് 5 മുകളിലും 1 അടിയിലുള്ളത് നമ്മൾ 1 മുകളിലും 5 അടിയിലാക്കിയിട്ട് എഴുതാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ 1 കൊണ്ട് ഗുണിക്കുക, അടിയിൽ 5 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 132.575 ബൈ 5000 കിട്ടും അല്ലെ. വിച്ച് ഈസ് ഈക്വൽ ടു, അങ്ങനെ നമ്മൾ ഹരിക്കുമ്പോ നമുക്ക് എത്ര വരിക? നമ്മൾ ഇതിന് രണ്ടിനും നമ്മൾ ഈ 5000 നമ്മൾ ആദ്യം എന്ത് ചെയ്യണം അറിയോ? 1000 ആക്കണം. 1000 100 അങ്ങനെ ആക്കണം. 1000 ആക്കാൻ നമ്മൾ ഇത് നമ്പറിനെ 5 കൊണ്ട് ഹരിച്ചാൽ മതി. ഈ ഒരു അടിയിലെ നമ്പറിനെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ മുകളിലെ നമ്പറിനെ 5 കൊണ്ട് ഹരിക്കണം. എന്തിനാ 1000 ആക്കണേ വെച്ചാൽ 1000 ആക്കുമ്പോഴാണ് നമുക്ക് അതിന് ഡെസിമൽ ഫോമിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അതിനെ 1000 ആക്കുന്ന സമയത്ത് നമുക്ക്, അതായത് ഈ നമ്പറിനെ മുകളിലും താഴെയുള്ള നമ്പേഴ്സ് നമ്മൾ 5 കൊണ്ട് ഓരോന്നിനെ ഹരിച്ചു കൊടുക്കുകയാണ്. ഹരിക്കുമ്പോൾ നമുക്ക് 26,515 ഡിവൈഡഡ് ബൈ 1000 വരും. അതായത് നമുക്ക് ഇത് എത്രയാണ്? 26.515 അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ ഹരിക്കുക. എങ്ങനെ നമ്മൾ ഈ ഒരു ഇതിനെ ഇങ്ങനെ ഹരിച്ചത്? ആദ്യം ഈ ഒരു നമ്പറിനെ ഫ്രാക്ഷൻ ആക്കി, ഭിന്നസംഖ്യ ആക്കിയിട്ട് ഇങ്ങനെ എഴുതി, എന്നിട്ട് ഹരിക്കണം പറഞ്ഞിട്ട് എഴുതി. എന്നിട്ട് ഈ നമ്പറിനെ തല തിരിച്ചിട്ടായിട്ട് ഗുണിക്കണം എന്നാക്കിയിട്ട് എഴുതി. അങ്ങനെ നമ്മൾ ആൻസർ കണ്ടുപിടിക്കുക. ഇവിടെ ഈ നമ്പർ നമ്മൾ ഹരിക്കണം എന്നുണ്ടെങ്കിൽ 54.5നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കണം. ആദ്യം എന്താ ചെയ്യേണ്ടി അറിയോ? 54.5 ഹരിക്കേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം 145 ഡിവൈഡഡ് ബൈ 10 അതിനെ എഴുതും. ഹരിക്കണം 5 ഇസ് ഈക്വൽ ടു 545 ബൈ 10 ഇൻറ്റു 1/5 എന്ന് എഴുതി. ഇസ് ഈക്വൽ ടു 545 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 5 50. ഈ 50 നമ്മൾ 10 100 അങ്ങനെ എന്തെങ്കിലും ആക്കണം.
ഇപ്പൊ നമ്മൾ ഈ ഒരു നമ്പറിനെ ഇപ്പൊ 10 ആക്കാൻ വിചാരിക്കും. 10 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ 5 കൊണ്ട് ഹരിക്കണം, ഇതിനെ 5 കൊണ്ട് ഹരിക്കണം. ഇതിനെ 5 കൊണ്ട് അടിയിലെ നമ്പറിന് എന്ത് മാറ്റാണോ വരുന്നത് അത് തന്നെ നമ്മൾ മുകളിലും ചെയ്യണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 109/10 എന്ന് കിട്ടും. ഇങ്ങനെ 10 അടിയിൽ വന്നാൽ എന്ത് ചെയ്യും? നമ്മള് 109 എഴുതും, ഒരു സ്ഥാനത്തിന് 1/10 അവിടെ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണ് ഇത് കിട്ടുക. ഇനി ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഒരു ചതുരുണ്ട് അല്ലെ. ഈ ചതുരത്തിന്റെ പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. സോറി, ചതുരത്തിന്റെ പരപ്പളവ് എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാല് 3.25 ആണ്. അതിന്റെ നീളം, അതായത് ലെങ്ത് എന്ന് പറഞ്ഞാല് 2.5 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വീതി എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അത് ചെയ്യാൻ നമ്മള് 3.25നെ 2.5 കൊണ്ട് ഹരിക്കണം. അങ്ങനെ ഹരിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച് ഇതിനെ 325/100 എന്നും ഹരിക്കണം 25/10 എന്ന് എഴുതും. എന്നിട്ട് ആദ്യത്തെ നമ്പർ അതേപോലെ എഴുതുക, അടിയിൽ 100 ഇൻറ്റു ഇട്ടിട്ട് ഈ നമ്പർ തലതിരിച്ചിടുക, 25/10 = ഇത് നമ്മൾ നേരെ ഗുണിക്കും. 325നെ 25 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് 13 എന്നാണ് കിട്ടുക. അങ്ങനെയാണ് അതിന്റെ ആൻസർ കേട്ടോ. ഇനി ഇവിടെ നമ്മൾ എന്താ പഠിക്കണത് അറിയോ? നമ്മളിപ്പോ ഒരു 1/40 എന്നുള്ള നമ്പർ നമുക്ക് തന്നാൽ അതിനെങ്ങനെയാണ് നമ്മൾ ഡെസിമലിലേക്ക് മാറ്റാന്നാണ്. അങ്ങനെ മാറ്റാൻ നമുക്കറിയാം 40 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 × 5 ആണ്. അപ്പൊ നമ്മള് ഇതിനെ 10 ആക്കാൻ വേണ്ടി 2 × 5 10 ആവും. പക്ഷെ ഇതിനെ 5 കൊണ്ട് ഗുണിക്കണം, ഇതിനെ 5 കൊണ്ട് ഗുണിച്ചാലാണ് ഈ രണ്ട് നമ്പർ 10 ആവുള്ളൂ. അപ്പൊ നമ്മൾ പുതുതായിട്ട് 2 5 കൊണ്ട് ഗുണിക്കണം. അതായത് എന്താ പറഞ്ഞ വെച്ചാല് ഈ 40നെ നമുക്ക് 40 പറഞ്ഞാൽ 2 × 2 × 2 × 5 ആണ് അല്ലേ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാ അറിയോ? ഇവിടെ ഇത് രണ്ടും ഗുണിച്ച 10 ആയി. ഇനി ഒരു നമ്പറിനെ കൊണ്ട് × 5 കൊടുക്കുക, ഒരു 5ഉം കൂടെ കൊടുക്കുക. എങ്ങനെ 5 കൊടുക്കുന്ന വെച്ചാൽ ഇതിനെ രണ്ടും ഗുണിച്ചപ്പോൾ 5 ആവും, ഇത് രണ്ടും കൊണ്ട് ഗുണിച്ചാലും 10 ആവും. 10 ആവാൻ കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ പുതുതായിട്ട് 2 5കളെ കൊണ്ട് ഗുണിച്ചില്ലേ, ആ 2 5കളെ കൊണ്ട് ഇതിനെ ഗുണിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 25/1000 എന്ന് കിട്ടും. അതായത് 0.25. 45 പറഞ്ഞാൽ 0.25. ഇനി ഇവിടെയുള്ള ഈ ദശാംശ രൂപം, ഈ നമ്പറിന്റെ ദശാംശ രൂപം നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ഈ നമ്പറിന്റെ 3/5 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 3/5നെ നമ്മള് 5നെ 10 ആക്കണം. 2. അപ്പൊ ഇവിടെ 5നെ 10 ആക്കി 2 കൊണ്ട് ഗുണിച്ച് 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മേലെ 2 കൊണ്ട് ഗുണിക്കുക. പടിയിൽ 10 വന്ന് മുകളിൽ 6 വന്ന്. അപ്പൊ നമ്മൾ ഇതിനെങ്ങനെ എഴുതാ? 0.6 എന്നാൽ എഴുതാ. ഇതിനെ ഒരു 1/10ന്റെ പ്ലേസിൽ കൊടുക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതല്ലേ. ഇവിടെ നമ്മൾ 3 ലിറ്റർ പാലുണ്ട്, അത് 8 കുപ്പികളിൽ നിറച്ചിട്ട് ഓരോ കുപ്പികളിൽ എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 3നെ നമ്മൾ 8 കൊണ്ട് ഹരിക്കണം, അതായത് 3/8 കാണും. ഇവിടെ നമുക്ക് 8 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്. മുകളില് 3 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഓരോ 2കൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഓരോ 5 കൊടുക്കണം. 2 × 2 × 2 3 5 5 × 5 × 5. ഇവിടെ 3 × 3 5 അല്ലേ ഉള്ളത്. 5 × 5 × 5 ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 3 × 125 /1000 കിട്ടും. = 375/1000 = 0.375. ഇതാണ് ആൻസർ. താങ്ക് യു. അങ്ങനെ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. ഈ ഒരു ഭാഗങ്ങളാണ് നമ്മുടെ എക്സാമിന് കാര്യമായിട്ട് വരുന്ന ഭാഗങ്ങള്. സോ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നല്ലപോലെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? മനസ്സിലായെങ്കിൽ ഒന്ന് തംസ് അപ്പ് ഇടുമോ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ക്ലാസ് വൈൻഡപ്പ് ചെയ്തു കേട്ടോ. എല്ലാരും പോയിക്കോളി. ബൈ.